السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിയായി നമുക്കുള്ള സംശയങ്ങൾ ചോദിക്കാനും പറയാനുമുള്ള ഒരു വേദിയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിശ്ചയിച്ചത്. പറഞ്ഞ സമയം 11 മണിയായിരുന്നു. ഞാൻ 10 മണിക്ക് എത്തിയിട്ടുണ്ട്. ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. മാസാവസാനമാണ്, കൊല്ലാവസാനമാണ്. അതുകൊണ്ട് കുറച്ച് വർക്കുകൾ ഓഫീസിലുള്ളതുകൊണ്ട് അതിൽ ആയതിനാലാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ വൈകിയത്. അപ്പം ദീനിയായി നമുക്കുള്ള കാര്യങ്ങൾ ചോദിക്കുക. ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ ഏതായാലും കഴിയില്ല. ഞങ്ങളാരും ആലിമീങ്ങളല്ല. പിന്നെ മൂക്കിൽ രാജാവ് മുറിമുക്കിൽ രാജാവ് എന്ന് പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്ക് അതും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരായിട്ട് ഇതിങ്ങനെ ഒരു ആളുകൾ ആലിമായി വിചാരിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ നമ്മളാരും അങ്ങനെ ഒരു അസ്ലിയായി പഠിച്ച് വന്ന ആളുകളല്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ വ്യവസ്ഥാപിതമായി പഠിക്കാൻ സാഹചര്യവും ഉണ്ടായില്ല. പിന്നീട് അൽഹംദുലില്ലാഹ് നമ്മൾ ജാമ്യയിലേക്ക് വന്നു. നമ്മളെ കുറേ ഉസ്താദുമാരും നല്ല കുറേ വിദ്യാർത്ഥികളും അങ്ങനെയുള്ളൊരു ടീമായി പോയപ്പോൾ എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും പറ്റി. എന്നതിനപ്പുറത്ത് നമ്മളാരും അങ്ങനെ ഇസ്ലാമിൻ്റെ സാങ്കേതികമായ ഭാഷയിൽ ആലിം എന്ന് പറയാവുന്ന ഒന്നുമുള്ളവരല്ല നമ്മളാരും. ഉള്ളത് പല പണ്ഡിതന്മാരും എഴുതി വെച്ചതൊക്കെ വായിച്ചും മനസ്സിലാക്കിയും അതിൽ നിന്ന് ബോധ്യമായത് ഓർമ്മയിലുള്ളത് പറയുക എന്ന് മാത്രമാണ്. അബദ്ധങ്ങൾ വന്നേക്കാം. അള്ളാഹു അതെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. എത്ര പഠിച്ചാലും എവിടേക്കും എത്താത്തതാണ് അറിവ് എന്നുള്ളത്. നബിയോട് അല്ലാഹു തആല പറഞ്ഞത് ഖുർ റബ്ബി സിദ്നി ഇൽമ എന്നാണ്. റബ്ബേ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ച് നൽകണേ എന്ന് നബിയെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന്. വഹയുള്ള അഷ്റഫുൽ ഖൽഖായ നബിയുടെ പ്രാർത്ഥനയാണ് എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് നൽകണേ എന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാരും ആ രംഗത്ത് ഒന്നുമല്ല. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. തുച്ഛമല്ലാതെ നിങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മൂസാ നബിയും ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയും കൂടെ യാത്ര പോകുന്ന ആ ഒരു സംഭവത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വിവരങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. മൂസാ നബിയും ഖിദ്ർ അലൈഹിസ്സലാമയും കൂടെ കപ്പലിൽ കയറി യാത്ര തുടങ്ങാൻ സമയത്ത് ആ കപ്പലിൻ്റെ ഏറ്റവും മുകൾ അറ്റത്ത് ഒരു പക്ഷി വന്നിരുന്നു. പിന്നീട് ആ പക്ഷി കടലിലേക്ക് താഴ്ന്നു പറന്ന് തൻ്റെ ചുണ്ടിൽ ഒരൽപ്പം വെള്ളം കോരി പിന്നെയും വന്ന് കപ്പലിൻ്റെ മേലെ വന്നിരുന്നു. ഈ രംഗം കണ്ട ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അറിവ് ഈ സമുദ്രമാണെങ്കിൽ എൻ്റെയും നിൻ്റെയും ബാക്കി എല്ലാവരുടെയും അറിവ് ആ പക്ഷിയുടെ കൊക്കിൽ പോന്ന വെള്ളം
മാത്രമാണ് എന്നാണ്. ഇപ്പോൾ കടലിൽ നിന്ന് പക്ഷി മുക്കിയാലിപ്പോൾ കടലൊന്നും കുറയാൻ പോണില്ലല്ലോ. ആ പക്ഷിയുടെ ചുണ്ടിൽ വന്ന 2-3 തുള്ളി വെള്ളവും കടൽ വെള്ളവും തമ്മിലുള്ള അന്തരം പടച്ച റബ്ബിൻ്റെ ഇൽമും എല്ലാ പടപ്പുകളുടെ ഇൽമും കൂടെ കൂട്ടിയാൽ ആ അന്തരമുണ്ട് എന്നാണ് പഠിപ്പിച്ചത്. നമ്മളൊക്കെ പഠിക്കണം. 2 വഴിയാണ് പഠിക്കാനുള്ളത്. ഒന്ന്, വായനയിലൂടെ. വിശ്വാസയോഗ്യരായ ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ ഒക്കെ വായിക്കുക വഴി അറിവുണ്ടാകും. 2ാമത്, ചോദിച്ചും അറിഞ്ഞും ഉപദേശങ്ങൾ കേട്ടും പണ്ഡിതന്മാരുമായി സഹവസിച്ചും അവിടെ നിന്ന് ലഭിക്കുന്ന അറിവ്. അതിനാണ് കുറച്ചുകൂടെ ശ്രേഷ്ഠത, പ്രാധാന്യം പൊതുവെ നൽകപ്പെടുന്നത്. സ്വയം വായിച്ചുണ്ടാക്കുമ്പോൾ തെറ്റുപറ്റാൻ സാധ്യത കൂടുതലാണ്. മറ്റാളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് പഠിക്കുമ്പോൾ ആ സാധ്യത താരതമ്യേന കുറയും. അതുകൊണ്ടാണ് മൻകാന ഷെയ്ഖുഹു കിതാബുഹു ഫഖതഉഹു അക്സറ മിൻ സവാബിഹി എന്നാണ് തത്വം. ഒരാളുടെ ഷെയ്ഖ് കിതാബാണെങ്കിൽ അവന് ശരിയേക്കാൾ അധികം തെറ്റായിരിക്കും ഉണ്ടാവുക എന്ന്. ഈ കിതാബ് എങ്ങനെ വായിക്കും, ഓനെന്താ മനസ്സിലാക്കിയതുണ്ടാവും. അതങ്ങനെ തന്നെ ആണോ എന്ന് പോലും ഒരു പക്ഷേ ഉറപ്പുണ്ടാവില്ല. ഏതായിരുന്നാലും നമ്മളൊക്കെ പഠിക്കുക. നമ്മുടെ നാട്ടിൽ പൊതുവെ പണ്ഡിതന്മാർ എന്ന് പറയാവുന്നവർ ഇല്ലെന്ന് പറയാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടൊക്കെ ഉള്ളത്. പണ്ടൊക്കെ കെ എം മൗലവി റഹിമഹുല്ലാഹ് മുതൽ ഇങ്ങോട്ട് ഉമർ മൗലവി വരെയുള്ള ആളുകളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന വലിയ ആലിമീങ്ങൾ തന്നെയായിരുന്നു. അതിനുശേഷമൊന്നും അത്തരം ആളുകൾ ഉണ്ടായതായി നമുക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ രംഗത്തൊരു പ്രതീക്ഷയാണ്. ഇവരൊക്കെ ഇനി പഠിച്ചു വളർന്ന് ഭാവിയിൽ ലക്ഷണമൊത്ത ഉലമാക്കളായി മാറാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ട്. അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കൂടെ സഞ്ചരിക്കുക. അതാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അപ്പം അനിവാര്യമായും അറിയേണ്ടുന്ന കാര്യങ്ങൾ ചോദിക്കുക. അറിയുമെങ്കിൽ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അത് പിന്നീട് നമുക്ക് അന്വേഷിച്ച് ഉത്തരം കിട്ടുകയാണെങ്കിൽ നമുക്കപ്പോൾ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ അന്വേഷിക്കാം. എവിടെ നിന്നാണോ കിട്ടുക അവിടെ നമുക്ക് ഒന്നിച്ച് പഠിക്കുകയും ചെയ്യാം. അള്ളാഹു അവൻ്റെ ദീന് ശരിയായ അർത്ഥത്തിൽ പഠിക്കാനും അമലാക്കി മാറ്റുവാനും സമൂഹത്തിലേക്ക് അത് കൈമാറാനുമെല്ലാമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഉണ്ടാക്കി ചോദിക്കും വേണ്ട. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഉള്ളടത്ത് പോതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം അങ്ങനെ മുട്ടി നിൽക്കുകയാണ്, പിന്നെ ചോദിച്ചില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. എനിക്ക് ആദ്യത്തെ സംശയം, ഒരു ഒരു സക്കാത്തിന് അർഹതപ്പെട്ട ഒരാൾ അവൻ സക്കാത്ത് കൊടുക്കാതെ മരിച്ചു. അവൻ സക്കാത്ത് കൊടുക്കാൻ അവന് താല്പര്യമില്ലാത്ത ആളാണ്, അതുകൊണ്ട് കൊടുത്തില്ല. അത് ഇവൻ്റെ മക്കൾക്കറിയാം. അത് മരിച്ചതിന് ശേഷം ഈ സമ്പത്തിൽ നിന്ന് ഈ സക്കാത്ത് മക്കൾക്ക് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ആ ബാധ്യത വീടുമോ അത് മക്കൾക്ക് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. ഇൻഷാ അല്ലാഹ്. സക്കാത്ത് അന്യൻ്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം കൊടുക്കുക എന്നുള്ളത് ആ ധനം ശുദ്ധിയാവാനുള്ള അടിസ്ഥാന കാരണമാണ്. ഇവിടെ സക്കാത്തിന് അധികാരം മരിച്ചു എന്നതുകൊണ്ട് മാത്രം ആ സമ്പത്ത് അയാളുടേതായി മാറുന്നില്ല. സക്കാത്ത് മാത്രമല്ല, കടമുണ്ടെങ്കിൽ പോലും ആ കടം കഴിച്ചിട്ടാണല്ലോ അനന്തര സ്വത്തായി കണക്കാക്കുക. സൂറത്തുൻ നിസാഇൽ അനന്തരാവകാശ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഓരോ ഘട്ടത്തിലും പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് മിംബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ. സമാനമായ പദപ്രയോഗങ്ങൾ. കടം, വസിയ്യത്ത്, അതിന് ശേഷമാണ് ഓഹരി വെക്കേണ്ടത് എന്ന് പ്രത്യേകമായി പറഞ്ഞു. ഇപ്പം സക്കാത്ത് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു കടമാണ്. ആ കടം വീട്ടിയിട്ട് തന്നെയാണ് അനന്തര സ്വത്തായി പരിഗണിക്കപ്പെടുക. അതായത് മാറ്റിവെക്കണം, എന്നിട്ട് ബാക്കിയാണ് ഓഹരി വെക്കേണ്ടത്. ഇനി മക്കളത് കൊടുത്തു എന്നുകൊണ്ട് മാത്രം ബാപ്പാൻ്റെ എല്ലാ ബാധ്യതയും അവസാനിക്കുന്നില്ല. അവരെ കടം വീടി എന്ന് കണക്കാക്കാം. എന്നാൽ അത് അമാന്തം കാണിച്ചതിൻ്റെ ശിക്ഷയ്ക്ക് അയാൾ
അർഹനാണ് അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ. ഹദീസിൽ കാണാം അദ്ദൈനു ദൈനാനി, കടം രണ്ടു തരം കടങ്ങളാണ്. എല്ലാ കടവും ഒരുപോലെയല്ല. ഒന്ന് വീട്ടാൻ ഉദ്ദേശമുള്ള കടം, കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ അയാൾക്ക് ഉദ്ദേശമുണ്ട്, അതിന് പരിശ്രമിച്ചു, പക്ഷേ ആ കടം വീട്ടും മുമ്പ് അയാൾ മരണപ്പെട്ടു പോയി. അത് അവകാശികൾ വീട്ടിയാൽ ബാധ്യത അവസാനിച്ചു, പിന്നെ അയാൾക്ക് കുറ്റമില്ല, അയാൾ ബോധപൂർവം അനാസ്ഥയൊന്നും കാണിച്ചിട്ടില്ല. രണ്ടാമത് വീട്ടാൻ ഉദ്ദേശമില്ലാത്ത കടം, അയാൾ കടം വാങ്ങി, പക്ഷെ അയാൾക്കത് വീട്ടാൻ ഉദ്ദേശമില്ല, വീട്ടാൻ ശ്രമിച്ചിട്ടുമില്ല, കടം അങ്ങനെ വാങ്ങിപ്പോകാമെന്ന് മാത്രമേ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് അവകാശികൾ വീട്ടിയാൽ പോലും അയാളുടെ ബാധ്യത അവസാനിക്കുന്നില്ല. കാരണം അയാൾ ആ ബാധ്യത തീർക്കാൻ വിചാരിച്ചവനല്ല, അതിന് വീഴ്ച വരുത്തിയവനാണ്, അതിന് അയാൾ കുറ്റക്കാരനാണ്. കിട്ടാനുള്ള ആളുകളുടെ അവകാശം കിട്ടും, ആ നിൽക്കത് അത് വീടും എന്നതിനപ്പുറത്ത് ഇയാളുടെ ബാധ്യത അവിടെ അവസാനിക്കുന്നില്ല. അപ്പം അത് പൊതുവേ നബിതങ്ങൾ കടത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞ പ്രയോഗമാണ് ദൈനുല്ലാഹി അഹഖു അൻ യുഖ്ള. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിനുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് മൊത്തത്തിൽ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വാപ്പയാണെങ്കിൽ മക്കളിത് വീട്ടിയാൽ സാമ്പത്തികമായ ശുദ്ധീകരണം നടന്നു, എന്നാൽ വാപ്പാൻ്റെ വീഴ്ചയ്ക്ക് പരിഹാരം ആവുകയില്ല. അത് പുറത്തു കൊടുക്കാൻ വേണ്ടി മക്കൾക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചാൽ അയാൾക്ക് മഗ്ഫിറത്ത് ലഭിക്കും. ഇല്ലെങ്കിൽ അയാൾ അതിന് കുറ്റക്കാരനായി മാറുകയും ചെയ്യും. ഷഹീദിനടക്കം കടമൊഴികെ ബാക്കിയെല്ലാം പുറത്ത് കിട്ടും എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ കടം വലിയ ഗൗരവമാണ്. അത് സക്കാത്താണെങ്കിലും ഇനി അല്ലാത്ത കടമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. ചെറിയ സംശയം. മുമ്പ് നമ്മൾ ധരിച്ചു വെച്ചത് സുബഹി ബാങ്ക് കൊടുത്താൽ മുമ്പിലുള്ള ഭക്ഷണം കഴിക്കുക എന്നായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെ ഒന്ന് രണ്ട് സംസാരത്തിൽ തന്നെ അത് വായിലുണ്ടെങ്കിൽ അത് തുപ്പിക്കളയണം എന്ന് പറഞ്ഞ ഒരു സംസാരം കേട്ടു. ഇത് എങ്ങനെയാണ് അതിൻ്റെ മുമ്പ് അതങ്ങനെ പറയാൻ കാരണം എന്താണ്, ഇപ്പോൾ എങ്ങനെയാണ് ചർച്ച വന്നത്? പൊതുവായി അത്താഴത്തിൻ്റെ നിയമം സുബഹിയുടെ ബാങ്കിന് മുമ്പേ അത്താഴം അവസാനിപ്പിക്കുക എന്നാണ്. നബിയുടെ സാധാരണ പതിവ് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ 50 ആയത്ത് ഓതാനുള്ള സമയം ഏതാണ്ട് ബാക്കിയുണ്ടാകും എന്നാണ്. ആ നിലക്ക് നബി അത്താഴം അവസാനിപ്പിക്കാറുണ്ട്. അത്താഴം കഴിച്ചാലും ഒരു 50 ആയത്തൊക്കെ ഓതുമ്പോഴേക്കാണ് സുബഹിയുടെ സമയം ആരംഭിക്കുക. അപ്പോൾ അതാണ് അത്താഴത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ഏറി വന്നാൽ സുബഹി ബാങ്ക് വരെ, അല്ലെങ്കിൽ സുബഹിയുടെ സമയമാകുന്നത് വരെ, ബാങ്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സുബഹിയുടെ സമയമാകുന്നത് വരെ ആണ് അത്താഴം കഴിക്കാൻ അനുവാദമുള്ളത്. അതോടുകൂടി നോമ്പിലേക്ക് പ്രവേശിച്ചു. പിന്നെ അവിടെ മുതൽ തുമ്മാത്തിമുസിയാമ ഇലല്ലൈൽ എന്ന് പറഞ്ഞ മഗ്രിബ് വരെ നിങ്ങൾ നോമ്പ് പൂർത്തീകരിക്കണം എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ഇതാണ് അടിസ്ഥാന നിയമം. പിന്നെ നബിയുടെ കാലത്ത് 2 ബാങ്ക് സുബഹിക്കുണ്ട്. ഒന്നാമത്തെ ബാങ്ക് ഭക്ഷണം ഹറാമാക്കുന്നില്ല, രണ്ടാമത്തെ ബാങ്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന ബാങ്ക്. അതോടുകൂടിയാണ് ഭക്ഷണം പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സുബഹി ബാങ്കിന് മുമ്പ് അത്താഴം അവസാനിപ്പിക്കുക. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരുന്നാലും വകുപ്പില്ല. പിന്നെ അങ്ങനെ ചർച്ച വരാൻ കാരണം ഉമർ ഖത്താബ് ചോദിച്ച ഒരു ചോദ്യം കാണാൻ നബിയോട്. ഭക്ഷണം കയ്യിലിരിക്കെ ബാങ്ക് വിളിച്ചു, ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നീ കഴിച്ചോ എന്ന് നബി പറഞ്ഞൊരു സംഭവം ഇമാം തുബ്രാനിയൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ 2-3 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, അത് ഏത് ബാങ്കാന്നുള്ള വിഷയമുണ്ട്. ഒന്നാമത്തെ ബാങ്കായിരിക്കും ഒരു പക്ഷെ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ബാങ്കോട് പ്രത്യേകിച്ച് നിയമമൊന്നും വരുന്നില്ല, എനിക്ക് കഴിക്കാം എന്ന മറുപടിയാകും നൽകിയിട്ടുണ്ടാവുക. ഇതല്ലെങ്കിൽ ഏറി വന്നാൽ ഒരു സ്പെഷ്യൽ കേസിൽ ഒരാളങ്ങനെ ഉറക്കത്തിൽപ്പെട്ട് പോയി, അത്താഴം ഒന്നും കഴിക്കാൻ സമയമൊന്നും കിട്ടിയില്ല, അങ്ങനെ അയാൾ ഭക്ഷണം എടുത്തപ്പോഴേക്ക് ബാങ്ക് വിളിച്ചു എങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്തെങ്കിലും വേണമെങ്കിൽ ആ ബർക്കത്തിന് വേണ്ടി കഴിക്കാം എന്ന് ഒരു വ്യാഖ്യാനം അതിൽ നൽകപ്പെടുന്നുണ്ട്. അല്ലാതെ നമ്മുടെ നാടിനേക്ക് തുടങ്ങിയ തീറ്റയാണ്, ഒക്കെ തിന്ന് ചോറും പേച്ച് പിന്നെ
അവലും വെള്ളം കുടിച്ച് പിന്നെ കാരക്കും തിന്ന് പിന്നെ ആ ചായ ബാക്കിയുണ്ട് അത് കുടിക്കാൻ നിൽക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ അത് കുഴപ്പമില്ല, ബാങ്ക് കൊടുത്താലും കുടിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അതും കൂടി കുടിച്ച് തീർക്കാൻ ഏതെന്നാലും ഇതിനൊന്നും നമുക്ക് തെളിവില്ല. അപ്പോൾ ഏറ്റവും സൂക്ഷ്മത ആ ബാങ്കിനും അല്പം കൂടി മുമ്പേ തന്നെ അത്താഴം അവസാനിപ്പിക്കുക. അതാണ് നബിയുടെ സാധാരണ പതിവ്. ഈ മസാല ചർച്ച ചെയ്തപ്പോൾ ഒരു പക്ഷേ മുമ്പ് ചിലക്കൊക്കെ ഒരു എന്തെങ്കിലും സൂക്ഷ്മതക്കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ള വഴി നമുക്കറിയില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ചർച്ച വന്നത്. അല്ലാഹു അഅലം. ഇവിടെ മറ്റൊരു ചോദ്യം, അള്ളാഹുവിനെ നാഥൻ, തമ്പുരാൻ, പടച്ചവൻ എന്ന് പറയുന്നതിൻ്റെ വിധി എന്താണെന്ന്. റബ്ബിൻ്റെ നാമങ്ങൾ എന്ന് പറയുമ്പോൾ അത് 2-3 അസുലുകൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, റബ്ബിനൊരു പേരിടാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ, വേറെ ആർക്കും അധികാരമില്ല. അള്ളാഹ്ക്കൊരു പേര്, ഇന്ന പേര് അള്ളാഹ്ക്കുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റൂല. അത് അള്ളാഹ് പറയണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി പ്രകാരം നമ്മെ പഠിപ്പിക്കണം. അല്ലാതെ പടച്ച റബ്ബിന് പേര് പറയാൻ അവകാശമില്ല. സ്വഹീഹ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന, ഖുർആനിൽ സ്ഥിരപ്പെട്ടു വന്ന പേരുകൾ മാത്രമേ നമുക്ക് റബ്ബിൻ്റെ പേരുകളായി വിശേഷണങ്ങളെയൊക്കെ വിളിക്കാൻ പാടുള്ളൂ. എന്നാൽ റബ്ബിനെ പേര് വിളിക്കലല്ലാതെ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഇത് വേണം എന്നില്ല. റബ്ബിനെ പരിചയപ്പെടുത്തുക, അള്ളാഹ്ക്ക് പേര് പറയല്ലോ. അള്ളാഹിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു പക്ഷേ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിന് ഇത്തരം പദപ്രയോഗങ്ങൾ പ്രയോഗിക്കാം. ഇപ്പം നാഥൻ എന്നൊരു പേര് അള്ളാഹ്ക്ക് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ പേരില്ല, അങ്ങനെ പേരില്ല. അപ്പം അള്ളാഹിൻ്റെ പേരാണ് നാഥൻ എന്ന് പറയാൻ പറ്റില്ല, അത് തെറ്റാണ്. എന്നാൽ റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോൾ ആകാശം പടച്ചവനാണ്, ഭൂമി പടച്ചവനാണ്, ലോകം സൃഷ്ടിച്ചവനാണ്, ലോകത്തിൻ്റെ രക്ഷിതാവാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അത് ഇഖ്ബാറാണ്, അള്ളാഹിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കലാണ്, പേര് വെക്കലല്ല. അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ വാക്കുകൾ പ്രസംഗത്തിൽ വരുമ്പോഴേക്ക് അത് സലഫിയത്തല്ല, അത് പഴിച്ചു പോയി എന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ വിഷയം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പം റബ്ബിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താൻ ഏത് ഭാഷയിലും ഏത് പദപ്രയോഗങ്ങളും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം പടച്ചവൻ, ഖാലിഖ് എന്നതിൻ്റെ മലയാള വാക്കാണ് പടച്ചവൻ. എന്നാൽ ഖാലിഖ് എന്ന പദത്തിന് അങ്ങനെ തന്നെ ആപ്റ്റായ ഒരു പദമാണോ പടച്ചവൻ എന്നുള്ളത്? അല്ല. അറബിയിൽ ഖാലിഖ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന അർത്ഥവ്യാപ്തി മലയാളത്തിൽ പടച്ചവൻ എന്നതിന് കിട്ടുകയില്ല. അറബിയിൽ റബ്ബ് എന്ന് പറഞ്ഞാൽ ഉള്ള അർത്ഥവ്യാപ്തി രക്ഷിതാവ് എന്ന വാക്കിന് ലഭിക്കുകയില്ല. എന്നാൽ പരിഭാഷപ്പെടുത്തുമ്പോഴൊക്കെ മലയാള ഭാഷയുടെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഉപയോഗിക്കാവുന്ന പരമാവധി ഒരു പദം ഉപയോഗിക്കുകയാണ് പരിഭാഷകന്മാരൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ അമാനിമൊഴിയുടെ പരിഭാഷകൾ നോക്കിയാൽ ലോകരക്ഷിതാവ് എന്നൊരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. റബ്ബുൽ ആലമീൻ എന്നതിന് സർവ്വലോക രക്ഷിതാവായ അള്ളാഹ്. ഇപ്പോൾ സർവ്വലോക രക്ഷിതാവ് എന്ന് അള്ളാഹ്ക്ക് പേരുണ്ടോ? ഇല്ല. റബ്ബുൽ ആലമീൻ എന്നാണ് അള്ളാഹ്ക്ക് പേരുള്ളത്. റബ്ബുൽ ആലമീൻ എന്നതിൻ്റെ തനതായ ആശയമാണോ സർവ്വലോക രക്ഷിതാവ്? ഒരിക്കലുമല്ല. റബ്ബ് എന്നതിന് വളരെ വിശാലമായ അർത്ഥം അറബി ഭാഷയിലുണ്ട്. ആ അർത്ഥവ്യാപ്തി രക്ഷിതാവ് എന്ന മലയാള വാക്കിന് ഒരിക്കലും ഇല്ല. അത് മറ്റു ഭാഷകളുടെ പരിമിതിയാണ്, അറബി ഭാഷയുടെ വിശാലതയാണ്. വിശുദ്ധ ഖുർആൻ അറബിയിൽ ഇറക്കിയത് തന്നെ ലഅല്ലക്കും തഅഖിലൂൻ എന്നുള്ള പറഞ്ഞ് ചിന്തിക്കാൻ വേണ്ടിയാണ് അറബിയിൽ ഇറക്കിയത്. അപ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇറക്കിയാൽ ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഏറെ അറബിയിൽ ഇറക്കിയാൽ ചിന്തിക്കാൻ കഴിയും. അറബി ഭാഷയുടെ വ്യാപ്തി അതാണ്. ഒരു ലഫ്ദിന് പോലും അറബി പദമില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ പേരായി പറയാൻ ഇതൊന്നും പറ്റില്ല. എന്നാൽ റബ്ബിനെ പരിചയപ്പെടുത്താൻ വേണ്ടി സട്ടാവ് എന്നോ നാഥനെ എന്നോ പടച്ചവനെ എന്നോ ഒക്കെ ഉപയോഗിച്ചാൽ അത് തെറ്റായ കാര്യമൊന്നുമല്ല. എന്നാൽ മുസ്ലിമീങ്ങൾക്കിടയിലോ ഒരു ദർസിലോ ക്ലാസ്സിലോ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ നല്ല വാക്ക് സ്ഥിരപ്പെട്ട പേരുകൾ പറയാണ്. നാഥ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കുന്നതിനേക്കാൾ നല്ലത് റബ്ബേ എന്ന് വിളിച്ചാൽ ഈ ഒരു വസ്വാസോടെ ഇല്ല. കാരണം അള്ളാഹിനെ പേരായി വിളിക്കുമ്പോൾ നാഥ എന്ന് വിളിക്കാൻ പറ്റില്ല. അതായത് പേരായി വിളിക്കുമ്പോൾ യാ റബ്ബ്, റബ്ബേ, റഹ്മാനെ, റഹീമേ, അള്ളാഹുവേ എന്നൊക്കെ വിളിക്കാം പേരായിട്ട് വിളിക്കുമ്പോൾ. എന്നാൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തരം പദങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ആവാം. അല്ലാഹു അഅലം. വിത്തറിലെ കുനൂത്തിൽ ഇമാം പറയുന്നതിന് മൗനമായി നിൽക്കുന്നതാണോ
സുന്നത്ത് ആമീൻ പറയണോ? ആമീൻ പറയാം, പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാം. പ്രാർത്ഥനയുടെ പൊതുവായ മര്യാദയാണ് ആമീൻ പറയുക എന്നത്. സ്വഹാബിമാർ പ്രാർത്ഥിക്കുകയും ആമീൻ പറയുകയും ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. നബീന് പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും വന്നിട്ടില്ല. സ്വഹാബിമാർ മറ്റുള്ള കുടുംബത്തിൽ പല ദുആകൾ നിർവഹിച്ചത്, ഒരു ആമീൻ പറഞ്ഞത് എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇനി അതൊന്നുമില്ലെങ്കിലും പൊതുവായി ദുആയുടെ മര്യാദയാണ് ദുആക്ക് ആമീൻ ചൊല്ലുക എന്നത്. ഇതാ ഫഅമ്മിനു എന്ന പ്രയോഗം തന്നെ കാണാൻ കഴിയും. ദുആ ചെയ്താൽ ആമീൻ പറയുക എന്ന് പൊതുവായി പഠിപ്പിക്കപ്പെട്ട കാര്യവുമാണ്. ആ നിലക്ക് പൊതുവായ അർത്ഥത്തിൽ തന്നെ നമുക്ക് ആ ദുആന് ആമീൻ പറയാം എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം. എൻ്റെ ഫോണിൽ കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു. ഫോണോട് ചാർജ് കഴിഞ്ഞപ്പോൾ കുത്തിവെച്ചതാണ്. ലേശം ചാർജ് ആയി കിട്ടിയാൽ കൊണ്ടുവരാം, അപ്പം അത് വായിച്ച് പറയാം. അസ്സലാമു അലൈക്കും. ചോദിക്കും. ഞാൻ പറഞ്ഞോളാം. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ ആദ്യം പെരുന്നാൾ നോമ്പുണ്ടാകല്, പിന്നെ കാസർഗോഡ്, പിന്നെ തിരുവനന്തപുരം ഭാഗത്ത്. അതിന് പിറ്റേന്നൊക്കെയാണ് ഡൽഹിയിലൊക്കെ ഉണ്ടാകല്. ഇക്കുറി നമുക്ക് മാസം കണ്ടത് പിന്നെ 1-ാം തീയതിയാണ് മൊത്തത്തിൽ. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അമേരിക്കയിലടക്കം മാർച്ച് 1-നാണ് നോമ്പ്. നമ്മൾ കേരളത്തിൽ മാത്രമാണോ മാർച്ച് 2-നായത്? അതാ പണ്ടത്തെ കൗല് ഒഴിവാക്കിയും കണ്ട് ഇപ്പോൾ ആൾക്കാർ മൊത്തത്തിൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഇപ്പോൾ കേരളത്തിലായ മാതിരി തന്നെ 2-ാം തീയതിയാണ് ആയത്. അപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയേൻ്റെ ഇതുകൊണ്ട് നമുക്കിപ്പം അത് പ്രകാരം നമുക്ക് അമൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ സംശയം. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഏതു മാസവും അറബി മാസം 29 അല്ലെങ്കിൽ 30 ആണ് ഉണ്ടാവുക. 28 ആവൂല, 31 ആവൂല. നബി ഞങ്ങൾ പറഞ്ഞു അശ്ശഹ്റു ഹാക്കദ വഹാക്കദ, മാസം ഇങ്ങനെയും ഇങ്ങനെയുമാണ് ഉണ്ടാവുക, അഥവാ 29ഉം 30ഉമാണ് ഉണ്ടാവുക എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. 29-ന് സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ ദൃശ്യമായാൽ പിറ്റേന്ന് 1 കണക്കാക്കും. സൂര്യാസ്തമയ ശേഷം ചന്ദ്രൻ ദൃശ്യമായില്ലെങ്കിൽ പിറ്റേന്ന് 30 കണക്കാക്കും. അതതിൻ്റെ അടിസ്ഥാനം. ഷഅബാൻ 29-ന് സൂര്യൻ അസ്തമിച്ചു, അതിന് ശേഷം ചന്ദ്രനെ കണ്ടാൽ പിറ്റേന്ന് റമദാൻ 1. കണ്ടില്ല എങ്കിൽ പിറ്റേന്ന് ഷഅബാൻ 30 കണക്കാക്കി അതിനടുത്ത ദിവസം റമദാൻ 1 കണക്കാക്കി പോവുകയാണ് ചെയ്യുക. അതിന് അടിസ്ഥാനം കാഴ്ചയാണ്. നബി തങ്ങൾ പറഞ്ഞു സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് ആരംഭിക്കുക, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക. ഫൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദറൂ ല, നിങ്ങൾക്ക് മേഘം മൂടിയാൽ നിങ്ങൾ പിന്നത് കണക്ക് കൂട്ടുക. മറ്റൊരു റിപ്പോർട്ടിൽ ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30, മേഘം മൂടിയാൽ നിങ്ങൾ ശഅബാൻ മാസം 30 പൂർത്തിയാക്കുക എന്നാണ് ആ ഹദീസിൽ പഠിപ്പിച്ചത്. അപ്പോൾ മാസം കണ്ടാൽ നോമ്പ് നോൽക്കുക, മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാളിലേക്ക് പ്രവേശിക്കുക. ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം സുവ്യക്തമായി പറഞ്ഞ ഹദീസാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ ചിലപ്പോൾ മലപ്പുറം ജില്ലയിൽ നോമ്പ്, കോഴിക്കോട് ജില്ലയിൽ പെരുന്നാൾ, അല്ലെങ്കിൽ കാസർഗോഡ് നോമ്പ്, ഇപ്പുറത്ത് പെരുന്നാൾ, ഒരു മഹലിൽ നോമ്പ് മറ്റൊരു മഹലിൽ പെരുന്നാൾ വരെ നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് അന്നത്തെ നിലപാട് പ്രകാരം അത് തെറ്റല്ല, അത് ശരിയാണ്. കാരണം നിങ്ങൾ കണ്ടാൽ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നബി പറഞ്ഞതാണ് നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് നോൽക്കുക. നമ്മൾ ഓരോരുത്തരും മാസം കണ്ടിട്ട് വേണോ നോമ്പ് നോൽക്കാൻ? അത് വേണ്ട. നമ്മളാരും ജീവിതത്തിൽ ഇന്നേ വരെ നമ്മളെന്നെ കണ്ടിട്ട് പിറ്റേന്ന് മാസം 1 ഒരു സംഭവം ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ കണ്ടാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ ആളുകൾ കണ്ടാൽ മതി. വിശ്വാസയോഗ്യരായ മുസ്ലിമീങ്ങളായ ആൾ കണ്ടു കഴിഞ്ഞാൽ അത് പരിഗണിക്കാം. ഇത് കണ്ടാൽ ആരാണ് തീരുമാനിക്കേണ്ടത് നാളെ 1-ാം തീയതി ആണെന്നുള്ളത്? ഈ കണ്ടോന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നോമ്പും പെരുന്നാളുകളും അതേപോലെ മാസം മാറുന്നതുമൊക്കെ സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്, ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല. അതുകൊണ്ട് സമൂഹം ഒന്നിച്ചാണ് അതിൽ തീരുമാനത്തേക്ക് എത്തേണ്ടത്.
അതിനാൽ സമൂഹത്തിൽ എന്ത് സംവിധാനമാണോ അതിനുള്ളത് ആ സംവിധാനം വഴിയാണ് അത് തീരുമാനമുണ്ടാവേണ്ടത്. ഇസ്ലാമിക ഭരണമാണെങ്കിൽ ഭരണാധികാരിയാണ് പ്രഖ്യാപിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഭരണാധികാരി നിശ്ചയിച്ച ഒരു സംവിധാനം ഉണ്ടാവും. ഭരണാധികാരി ഒരു ഹിലാൽ വിങ് നിശ്ചയിച്ചു, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായി എന്തെങ്കിലും സിസ്റ്റം ആ നാട്ടിലുണ്ടാക്കി അവർ അത് പഠിച്ച് അവർ കണ്ട് അവർ ബോധ്യപ്പെട്ട് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും സ്വീകരിക്കൽ ബാധ്യതയാണ്. ഒരാൾ മാസം കണ്ടു, ആ സംവിധാനത്തെ അറിയിച്ചു, അവർ അദ്ദേഹത്തെ വിശദമായി സംസാരിച്ച് ചോദ്യം ചെയ്തിട്ട് അവർക്ക് ബോധ്യമായില്ല, ഇദ്ദേഹം മാസം കണ്ടു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടില്ല. ഇദ്ദേഹത്തിന് ബോധ്യമുണ്ട് ഞാൻ മാസം കണ്ടു എന്ന്, പക്ഷെ ആ അതോറിറ്റിക്ക് ഒരിക്കലും അത് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ഇയാളുടേതല്ല സ്വീകരിക്കുക, ആ അതോറിറ്റിയുടേതാണ് സ്വീകരിക്കുക. ഇയാൾ പിന്നെ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് ഞാൻ മാസം കണ്ടെടുക്കണമെന്ന് പറയാൻ പാടില്ല, ഇയാൾ വാട്സപ്പിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല. അവിടുത്തെ അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടില്ല, ശരി എങ്കിൽ ആ അതോറിറ്റിയുടെ കൂടെ നിൽക്കാം. അവന് വേണമെങ്കിൽ നോമ്പ് വയ്ക്കാം സ്വന്തമായിട്ട്, അവൻ്റെ ഭാര്യ മക്കളെയും പോയി നോമ്പ് വയ്പ്പിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടതാ ഇനിയിപ്പോൾ കാതൽ കാത്തുക്കൊന്നും വേണ്ട എന്ന് പറയാൻ പാടില്ല. അവൻ കണ്ടെങ്കിൽ ഓമാണി നോറ്റോട്ടെ, അത് പരസ്യപ്പെടുത്താൻ പോലും പാടില്ല. വീട്ടുകാരെ പോലും അതിനെ കൂടെ നോൽപ്പിക്കാനും അവനോട്ട് അവകാശവും ഇല്ല. അപ്പം ഈ പ്രഖ്യാപിക്കുന്ന സംവിധാനങ്ങൾ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കാദിമാരായിരുന്നു മുമ്പൊക്കെ. അപ്പോൾ ഓരോ കാദിമാരുടെ അധികാര പരിധിയാണ് അവർ കണക്കാക്കുക. മഹല്ല് കാദിമാരുണ്ടാകും, ചിലപ്പോൾ 2, 3, 4, 5 മഹല്ല് ഒന്നിച്ചൊരു കാദിയുടെ കീഴിലുണ്ടാകും, അല്ലെങ്കിൽ ഒരു വലിയ ഏരിയ ഒന്നാകെ ഒരു കാദിയുടെ കീഴിലുണ്ടാകാം. എങ്കിൽ ആ കാദി പരിഗണിക്കുക, അദ്ദേഹത്തിൻ്റെ അധികാരമുള്ള പ്രദേശങ്ങളിൽ മാസം കണ്ടോ നോക്കും. അവിടെ കണ്ടാൽ അദ്ദേഹം എടുക്കും, അവിടെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അധികാരമില്ല. അപ്പോൾ അദ്ദേഹം അപ്പുറത്ത് കണ്ടു എന്നുള്ള അദ്ദേഹം പരിഗണിക്കൂല. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അങ്ങനെ വന്നത്. ഒരു നാട്ടിൽ നോമ്പ് മറ്റു നാട്ടിൽ നോമ്പില്ല. അത് കാദിമാർ തമ്മിലുള്ള കേവലമായൊരു വാശി മാത്രമൊന്നുമല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. സൂക്ഷ്മത പാലിച്ച ആളുകൾ അതിലുണ്ട്, സൂക്ഷ്മത ഇല്ലാത്ത ആളുകളുണ്ടായേക്കാം, അത് പോലും പഠിച്ചോനായിക്കോളും. ഇനിയിപ്പോൾ കാദി അങ്ങനെ അന്യായമായിട്ട് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടും അയാൾ പ്രഖ്യാപിച്ചതായി വിചാരിക്കാം, നമുക്ക് വേജാറൊന്നുമില്ല. അത് അതിനാണ് പരലോകമുള്ളത്. അത് അവിടെ എത്തുമ്പോൾ അയാൾ റബ്ബിൻ്റെ മുമ്പിൽ ബാക്കി സമാധാനം പറഞ്ഞോളും. നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഞാൻ മുജാഹിദ് ആയതുകൊണ്ട് അയാൾ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അത് പറ്റൂല എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അയാൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അതിൽ അയാൾ അന്യായം കാണിച്ചാൽ അത് അയാളുടെ ഉത്തരവാദിത്തമാണ്, നമ്മെ അത് ബാധിക്കുന്നില്ല. പിന്നെ നമ്മുടെ നാടുകളിൽ പൊതുവെ ജില്ലാ കാദികൾ, സംയുക്ത കാദികൾ, ഇങ്ങനെയൊക്കെ പുതിയ സംവിധാനം ഉണ്ടായി വന്നു. അപ്പോൾ ഈ മഹല്ല് കാദിമാർക്ക് വലിയ പ്രസക്തി ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്ക് പോലുമില്ല. മഹല്ല് കാദി ആണെങ്കിലും അതിനപ്പുറത്തൊരു സംയുക്ത കാദി ഉണ്ടാകും. ഇപ്പോൾ പണക്കാട്ട് തങ്ങന്മാരെ പറ്റി പറയും 500 മഹല്ലിൻ്റെ കാദി, 1000 മഹല്ലിൻ്റെ കാദി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു വ്യാപകമായ ഒരു അവസ്ഥയിലേക്ക് ഇത് വന്നു. അതേപോലെ പിന്നെ അഖിലേന്ത്യാ കാദി ഇപ്പം ഉണ്ടായിട്ടില്ല, കേരളം മൊത്തം അഖിലേന്ത്യാ മുഫ്തി ഉണ്ടായി, പക്ഷെ അഖിലേന്ത്യാ കാദി ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മൊത്തമുള്ള കാദിമാരൊക്കെ ഇപ്പോൾ സ്വയം പ്രഖ്യാപിക്കപ്പെട്ടതാണെങ്കിലും അങ്ങനെയൊക്കെ ഇപ്പം ഉണ്ടായി വന്നു. അത് നല്ല ഒരു മാതൃകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ അവരെ അധികാരപ്പെടുത്തി കേരളം മൊത്തമായി. അപ്പം കേരളത്തിൽ എവിടെ കണ്ടാലും അവർ സ്വീകരിക്കും. ഹിലാൽ കമ്മിറ്റി വന്നത് മുതൽ ഹിലാൽ കമ്മിറ്റി സ്വീകരിക്കാറുള്ളത് കേരളം മൊത്തം ഒരു പ്രദേശമായി കണക്കാക്കലാണ്. അപ്പം ബലദ് എന്നാണ് പൊതുവെ പ്രയോഗിക്കുക. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത്, ആ അദ്ദേഹത്തിൻ്റെ ഹെഡിങ് തന്നെ ലികുല്ലി ബലദിൻ റുഇയതഹു, എല്ലാ ബലദിനും ആ ബലദിൻ്റെ കാഴ്ചയുണ്ട് എന്ന അധ്യായം എന്നാണ്. ഓരോ നാടിനും ആ നാടിൻ്റെ കാഴ്ചയാണ് പരിഗണിക്കേണ്ടത്. അതാണ് ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനം. ആ നയം ശരിയാണ്, തെറ്റൊന്നുമില്ല. അതുകൊണ്ട് ഷാഫി മദ്ഹബ് പിൻപറ്റുന്നു എന്ന് പറയുന്ന ആളുകൾ ഓരോ നാട്ടിലെയും കാഴ്ച പരിഗണിക്കും. അപ്പം അവർ നാട് എന്നതിന് അവർ വെച്ച ബൗണ്ടറി ഈ കാദിയുടെ അധികാരപരിധി എന്നതാണ്. ഇന്ന് എല്ലാവരും ഇത്തിഫാക്കായി വന്ന കാര്യം, നാട് എന്ന പരിധി ആ കാദിൻ്റെ പരിധിയല്ല, നാട് എന്നതിൻ്റെ പരിധി കേരളം മൊത്തത്തിലാണ് എന്നതിൽ ഇവിടെ സമസ്തക്കാരും മുജാഹിദുകളും ഇതര സംഘങ്ങളും എല്ലാവരും ഇത്തിഫാക്കാണ്. കേരളത്തെ ഒരു നാടായി പരിഗണിക്കുക. കാരണം പ്രത്യേകമായ ഗവൺമെൻറ്റുണ്ട്, പ്രത്യേകമായ ഭാഷയുണ്ട്, പ്രത്യേകമായ സംസ്കാരമുണ്ട്, പ്രത്യേകമായ വേഷമുണ്ട്, പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ഒരു നാട് എന്ന് പറയാൻ എന്തൊക്കെ വേണമോ അതൊക്കെ ഉണ്ട്. അതുകൊണ്ട്
കേരളം എന്നതിനെ ഒരു ബലതായിട്ടാണ് ഇന്ന് കണക്കാക്കി പോരുന്നത്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ എവിടെ കണ്ടാലും എല്ലാ ഖാദിമാരും അംഗീകരിക്കും. അല്ലെ, കണ്ടത് കാസർഗോഡല്ലേ, കോഴിക്കോട് സ്വീകരിക്കുക എന്ന് കോഴിക്കോട് ഖാദി പറയില്ലപ്പോൾ അവർ ഈ ഒരു ധാരണയിലേക്ക് എല്ലാവരും എത്തി. അത് അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. ഹിലാൽ കമ്മിറ്റിയും തന്നെ കേരളത്തിൽ എവിടെ കണ്ടാലും കേരളത്തിൽ മൊത്തം അത് സ്വീകരിക്കാം എന്നാണ് തുടക്കം മുതലേ സ്വീകരിച്ചു പോന്ന നിലപാട്. അപ്പോൾ ഇനി കേരളത്തിൻ്റെ ഉള്ളിൽ ഒരു വ്യത്യാസം ആ നിലക്കുണ്ടാവില്ല. കേരളത്തിൽ എവിടെ കണ്ടാലും സ്വീകരിക്കും. കേരളത്തിന് പുറത്ത് കണ്ടാൽ സാധാരണഗതിയിൽ സ്വീകരിക്കൂല. കാരണം നമ്മുടെ ബലത് എന്നതിന് പുറത്തേക്കാണ് അതുള്ളത്. ഇനി കേരളത്തിലെ മുസ്ലിമൊക്കെ പാടെ കൂടി തീരുമാനിച്ചു നമുക്ക് ഇന്ത്യ ഒന്നിച്ചൊരു ബലതായി കണക്കാക്കി തന്നെ പോകാം എന്ന് മൊത്തം ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഏകോപിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ശരിയാണ്, നമുക്ക് സ്വീകരിക്കാം. അത് പ്രമാണമായി തെറ്റൊന്നുമല്ല. പക്ഷെ ഇപ്പം എന്തുകൊണ്ടേക്ക് പോകണില്ല? ഇപ്പം അതിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ നമ്മൾ മാത്രമേ പോകാണ്ടാവുള്ളൂ. വേറെ ഒരു മുസ്ലിം സംഘങ്ങളും അത് സ്വീകരിച്ചോളണമെന്നില്ല. അപ്പം എല്ലാ പെരുന്നാളും ഭിന്നിപ്പായി മാറും. ഈ നിലപാട് തെറ്റല്ലാത്ത കാലത്തോളം ഈ നിലപാട് നിൽക്കാം. ഈ നിലപാട് തെറ്റാണെങ്കിൽ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ കണ്ടാൽ സ്വീകരിക്കാത്ത നിലപാട് തെറ്റല്ലാത്തത് കൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളും അതിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ എതിർത്ത് പോകേണ്ട കാര്യമില്ല. ഇനി ഇന്ത്യയിൽ എവിടെ കണ്ടാലും ഇന്ത്യ മൊത്തം സ്വീകരിക്കാം എന്നിടത്തേക്ക് വൈകാതെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എത്തുകയാണെങ്കിൽ അത് സ്വീകാര്യമാണ്. ഇപ്പം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉണ്ടായ സ്ഥിതിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് ഖാദി വൈകാതെ വന്നുകൂടെയൊന്നുമില്ല. അങ്ങനെയൊക്കെ വന്നു മൊത്തം ഇന്ത്യക്കാരൊക്കെ പാടെ ഇത്തിഫാക്കായി വന്നാൽ ഡൽഹി കണ്ടാലും നമുക്കിവിടെ സ്വീകരിക്കാം. ഇപ്പം നമുക്കിന് വകുപ്പില്ല. ഇപ്പം കേരളത്തിൽ കണ്ടാൽ സ്വീകരിക്കാം. എന്നാൽ ഒരു പക്ഷെ ഒരു അനിവാര്യ ഘട്ടത്തിൽ കേരളത്തിന് പുറത്ത് കണ്ടു. ഇപ്പം ഇന്ത്യ മുഴുവൻ കണ്ടു, കേരളത്തിൽ മാത്രം കണ്ടില്ല. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നോമ്പാണ്, ഈ പെരുന്നാളാണ്. കേരളത്തിൽ ഉദയമുണ്ട് താനും. കേരളത്തിൽ ഉദയമുണ്ട്, പക്ഷെ കണ്ടില്ല. മറ്റൊരുത്തും ഉദയമുണ്ട്, അവിടെ കണ്ടും ചെയ്തു. അപ്പം അന്നത്തെ ഒരു മുസ്ലിം സമുദായം ഒന്നിച്ചു കൂടി ചർച്ച ചെയ്തിട്ട് ആ കാഴ്ച നമുക്ക് അസലായി സ്വീകരിക്കാം എന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്, തെറ്റായ കാര്യമൊന്നുമല്ല. അതാണ് ഇപ്പോൾ 2 കൊല്ലം മുമ്പ് നമ്മൾ ബഡ്ക്കൽ മാസം കണ്ടപ്പോൾ ഇവിടെ സ്വീകരിച്ചു. അപ്പം അന്ന് നമ്മുടെ ഹിലാൽ കമ്മിറ്റിയൊക്കെ പെട്ടെന്ന് സ്പെഷ്യലായിട്ട് മീറ്റിംഗ് വിളിച്ചു, ഇതിനെല്ലാ മസാലയും ചർച്ച ചെയ്തു. അങ്ങനെ വിശദമായി ചർച്ച ചെയ്തിട്ട് നമ്മളെ എല്ലാ ആലിമീങ്ങളും ഇത്തിഫാക്കായി അവരത് സ്വീകരിക്കാൻ അംഗീകാരം കൊടുത്തു. അത് ഇവിടുത്തെ ഇതര സംഘങ്ങളുമായി മുഷാവറ ചെയ്തു, അവരും അതിലേക്ക് വരാൻ തയ്യാറായി. അങ്ങനെയാണ് അന്ന് കേരളത്തിൽ എല്ലാവരും ആ മാസപ്പിറവിയെ സ്വീകരിച്ചത്. നമ്മൾ മാത്രം തീരുമാനിച്ച തീരുമാനമൊന്നുമില്ല. ഇതര മുസ്ലിം സംഘടനകളുമായിട്ട് പോലും നമ്മുടെ നേതൃത്വം ബന്ധപ്പെടുകയും അവരോടൊക്കെ ഞങ്ങളിത് സ്വീകരിക്കുകയാണ്, അതിന് മതപരമായ വശം ഇന്നതൊക്കെയാണ്, അത് ഇന്ന തെളിവടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിലപാട് അവരറിയിക്കുകയും എന്നാൽ ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ അവർ പറഞ്ഞു, അവർക്ക് ചർച്ച ചെയ്തു, അവരും അത് സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് അന്ന് ആ കാഴ്ചയെ നമ്മൾ ഇത്തിഫാക്കായി സ്വീകരിച്ചത്. അതിന് തെറ്റല്ല, അത് ശരിയാണ് താനും. അപ്പോൾ ഏതായിരുന്നാലും ഒരു ബലദ് എന്ന് വിളിക്കാവുന്നത് എവിടെയാണോ അതാണ് നമ്മളിപ്പോൾ പരിഗണിച്ച് പോകുന്നത്. ബലദിൻ്റെ കൺസെപ്റ്റുകൾ മാറി മാറി വരും. ഇപ്പോൾ ഇന്ത്യ പഴയ കാലത്ത് 500 ചില്ലാനും നാട്ടുരാജ്യങ്ങളായിരുന്നു. കേരളം തന്നെ 3 രാജ്യമായിരുന്നു. ഇപ്പോൾ ഒന്നായി മാറി. നബിയുടെ കാലത്ത് മക്ക വേറെ രാജ്യം, മദീന വേറെ രാജ്യം, ത്വായിഫ് വേറെ രാജ്യം. നബി മക്കയിൽ നിന്ന് ആദ്യം പോയത് ത്വായിഫിലേക്കാണ്. പീഡനം സഹിക്കവയ്യാതെ ത്വായിഫിലേക്ക് പോയി, രക്ഷയില്ല, മടങ്ങിപ്പോന്നു. മക്കത്തിന് ഹിജറ പോയത് മദീനത്തേക്കാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ ബലദിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അല്ലാഹ് പറഞ്ഞു. ആ ബലദ് ഏതാണ്? സൗദി അറേബ്യ അല്ല, ആ ബലദ് മക്കയാണ്. അപ്പം മക്കൾക്ക് അല്ലാഹ് ബലദ് എന്ന് ഉപയോഗിച്ചു. അന്ന് മക്ക മാത്രമേ ഇതിലുള്ളൂ. മദീന മറ്റൊരു ബലദാണ്, ത്വായിഫ് മറ്റൊരു ബലദാണ്. ഇന്ന് മക്കയും മദീനയും ത്വായിഫും എല്ലാം ഒറ്റ ബലദിന് കീഴിലാണ് വരുന്നത്. എന്നാൽ ഇന്നും സൗദി അറേബ്യ നമുക്ക് കാണാം ബലദിയ എന്ന് പറയും. ബലദിയ എന്തിനാ ബലദിയ അറിയാം? മുനിസിപ്പാലിറ്റി. അപ്പോൾ അതാണ് ശരിക്കും ഒരു ബലദ്. ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു പോലീസ് സ്റ്റേഷന്, അതേപോലെ അനിവാര്യമായ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയക്കാണ് അവർ ബലദിയ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുവരെ ബലദായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാൻ പറ്റും എന്ന് ഭാഷാപരമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്വീകരിച്ചു പോകുന്ന നയം കേരളം എന്നതിനെ ഒരു ബലദായി, ഒരു മത്തുല ആയി പരിഗണിക്കുന്നു. ഇതിന് ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇനി റമദാൻ 29 ഉദയം നോക്കിയാൽ റമദാൻ 29 പിന്നെ ഞായറാഴ്ച, മാർച്ച് 31 ഞായറാഴ്ച, അന്ന് ഉദയമുണ്ട്.
കാസർഗോഡ് നോക്കിയാൽ 60 മിനിറ്റ് ഉദയം ഉണ്ടാവും, കണ്ണൂർ 60 മിനിറ്റ് ഉണ്ടാവും. എന്നാൽ കോഴിക്കോട് കൊച്ചിയൊക്കെ എത്തുമ്പോഴേക്ക് 59 മിനിറ്റാണ്. 1 മിനിറ്റ് വ്യത്യാസമുണ്ട്. അവിടുത്തെ ഉദയവും ഇവിടുത്തെ ഉദയവും വ്യത്യാസമുണ്ട്. എന്നാലും ആ വ്യത്യാസം നമ്മൾ കണക്കെടുക്കാൻ മാത്രമില്ല. കാരണം 1/2 മിനിറ്റ് 1 മിനിറ്റൊക്കെ വ്യത്യാസമുള്ളത്. ഉദയമുണ്ടല്ലോ, ഇവിടെ ഉദയമുണ്ട് അവിടെ ഉദയമുണ്ട്, അപ്പോൾ അത് ഒന്നിച്ച് സ്വീകരിക്കാം. എന്നാൽ 28-ന് റമദാൻ 28-ന് 29 ആയ മനുഷ്യന്മാരുണ്ട്. നമ്മൾ 28 നോമ്പ് വയ്ക്കുമ്പോൾ 29 നോമ്പ് വയ്ക്കുന്ന മനുഷ്യന്മാരുണ്ട്. അന്ന് കാസർഗോഡ് 1 മിനിറ്റ് ഉദയമുണ്ട്, കണ്ണൂർ 0 കോഴിക്കോട് 0 കൊച്ചി 0 അപ്പുറത്തും 0. അപ്പം അന്ന് ഏതായാലും പിന്നെ മാസപ്പിറവി ദൃശ്യമാവില്ല എന്ന് ഉറപ്പാണ്. അപ്പം ഈ വ്യത്യാസങ്ങൾ വരാം. അത് തന്നെ ഇപ്പം നമ്മൾ പരിഗണിക്കുന്നത് ഈ ഒരേ ലൈനാണ്. കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ തീരദേശം അങ്ങനെ ഒരേ ലൈനാണ്. അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല വല്ലാതെ. കിഴക്കോട്ട് പോകുമ്പോൾ വ്യത്യാസം വരും. ഇപ്പം കോഴിക്കോട് ടൈമും ഇവിടെ ഒരു നിലമ്പൂർ വഴിക്കടവ് ടൈം കൊടുത്താൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ കേരളം വീതി കുറവായതുകൊണ്ടാണ് നമ്മൾ വീതി പരിഗണിക്കാത്തത്. കേരളം ഇങ്ങനെ നീളത്തിലാണല്ലോ. വീതി ഒരു മത്തലായി ഉദയസ്ഥാനമായി പരിഗണിക്കാൻ മാത്രമുള്ളൊരു വീതി ഇല്ല. അപ്പം അങ്ങോട്ട് പിടിച്ചിട്ടില്ല. നമ്മൾ ഈ നീളത്തിൽ 4 ഏതാണ്ട് ഒരേ ലൈൻ. അതാണ് ഈ 1 മിനിറ്റ് ഒക്കെ മാത്രം വ്യത്യാസം വരുന്നത്. അപ്പം മിനി ഊട്ടി ടൈമും താഴത്തെ ടൈമും വ്യത്യാസം ഉണ്ടാവും. ഇത് സമുദ്ര നിൽക്കുന്ന 2000 അടി മേലെയാണ് മിനി ഊട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് താഴത്തിറങ്ങിയുള്ള ടൈമും ഇവിടുത്തെ ടൈമും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ വ്യത്യാസം ഉണ്ടാവും. കലണ്ടർ അടിക്കുമ്പോൾ ഈ ഓരോ സ്ഥലവും കലണ്ടർ കൊടുക്കാൻ പറ്റുന്നല്ലോ. എല്ലാ നാടും കലണ്ടർ കൊടുക്കുന്നത് പ്രായോഗികമല്ല. അപ്പം പൊതുവേ ഏകോപിച്ച് വരുന്ന 4 സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് ആ 4 സ്ഥലത്തെ സമയമാണ് കൊടുക്കുക. ഇപ്പം നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് ഏതാണ്? കോഴിക്കോടാണ്. കലണ്ടറിൽ കോഴിക്കോട് എന്ന് എഴുതിയ ഭാഗമാണ് നമ്മളൊക്കെ ഇവിടെ പള്ളിയിലൊക്കെ ഭാഗം കൊടുക്കാനൊക്കെ ഫോളോ ചെയ്യുന്നത്. അതിലും ഉണ്ടാവും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. പള്ളി നിൽക്കുന്ന പോയിന്റ് മാറുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ അവിടെയും വരും. അപ്പോൾ ഏതായിരുന്നാലും ഈ ഹദീസ് അപ്പടി പ്രാവർത്തികമാക്കുന്നു. കണ്ടാൽ നോമ്പ് നോൽക്കുക, കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക. അതുപ്രകാരം നമ്മുടെ നാട്ടിൽ കണ്ടാൽ നോമ്പ് നോക്കുന്നു, നമ്മുടെ നാട്ടിൽ കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇനിയിപ്പോൾ ഒരു കാലത്ത് ലോകം ഒന്നിച്ച് മുസ്ലിമീങ്ങൾ ഒരു ഇത്തിഫാക്കായി എന്ന് വിചാരിക്കുക. അത് പാടില്ലാത്ത കാര്യമൊന്നുമില്ല. പക്ഷെ എല്ലാവരും വരണം. ഒരു ടീം മാത്രം ലോകത്ത് എവിടെ കണ്ടാലും മതി ഇട്ടുണ്ടെങ്കിൽ അവിടെ ഭിന്നിപ്പുണ്ടാകുകയുള്ളൂ. ഇപ്പം ലോകം മൊത്തം ഒറ്റ കാഴ്ച സ്വീകരിച്ചാൽ തർക്കമൊഴിവാക്കാം എന്നാണ് ഇപ്പം നേരത്തെ നിൽക്കുന്ന മനുഷ്യന്മാരുടെ വാദം. നേരത്തെ നോമ്പ് തോറ്റ ആളുകളുടെ വാദം എന്താണ്? സൗദി അറേബ്യ കണ്ടു, കുവൈറ്റ് കണ്ടു, അവിടെ ലോകത്തെവിടെയും കണ്ടാൽ അത് സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പം തർക്കം ഉണ്ടാവില്ല. ആ നയം അവർ സ്വീകരിച്ചപ്പോൾ സംഭവിച്ചതെന്താണ്? ഓരോ വീട്ടിലടക്കം തർക്കമുണ്ടായി. ലോകത്ത് മൊത്തം തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പോളിസി എടുത്തപ്പോൾ സ്വന്തം വീട്ടിലടക്കം തർക്കമുണ്ടായി. അപ്പോൾ തർക്കത്തിന് പരിഹാരമല്ല എന്ന് മനസ്സിലായി. പരി തന്നെ നോമ്പുള്ളവനും നോമ്പില്ലാത്തവരുണ്ടായി. അതെന്തുകൊണ്ടാണ്? ലോകത്ത് ആരും സ്വീകരിക്കാത്ത ഒരു തത്വത്തെ 4 ആൾ മാത്രം സ്വീകരിക്കുമ്പോൾ ഓർക്ക് വേറാവും. അതുകൊണ്ട് ഒരു കാലത്തും ഓർക്ക് മുസ്ലിമീങ്ങളെ കൂടെ നോമ്പ് ആരംഭിക്കാനോ മുസ്ലിം ബഹുപുരുഷത്തിൻ്റെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാനോ ഒരിക്കലും അവസരം ഉണ്ടാവില്ല. എന്നും ഒരു ദിവസം നേരത്തെ ആരംഭിക്കും, ഒരു ദിവസം നേരത്തെ അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ പോവുള്ളൂ. എന്നാൽ ലോകത്തെ എല്ലാവരും ഇത്തിഫാക്കായി മൊത്തം മുസ്ലിമീങ്ങൾ അങ്ങനെ സ്വീകരിച്ചു വിചാരിക്കുക. അൽഹംദുലില്ലാ, ഷെയ്ഖ് അൽബാനിയൊക്കെ ഒരു ആഗ്രഹം പറയുന്നുണ്ടെങ്കിൽ, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാ ഒരു സ്വപ്നം പറഞ്ഞു, ലോകത്തെല്ലാ മുസ്ലിമീങ്ങളും ഇത്തിഫാക്കായി എല്ലാവരും കൂടെ ഒറ്റ കാഴ്ചയിലേക്ക് വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അതേതായാലും സംഭവ്യമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. നടക്കൂല. അപ്പം പിന്നെ നമുക്കുള്ളത് നമ്മുടെ നാടിനെ പരിഗണിക്കുക എന്നതാണ്. അതോടൊപ്പം സൗദി അറേബ്യ കണ്ടാൽ UAE സ്വീകരിക്കണില്ലല്ലോ. UAE അവിടെ കാണുന്നുണ്ട്. അതേപോലെ ഓരോ രാജ്യങ്ങളും അവിടെ കാണുന്നുണ്ട്. അത് ഭരണാധികാരികളാണ്. ആ ഭരണാധികാരി തീരുമാനിച്ചാൽ അതാണ് അവിടുത്തെ നിയമം. അല്ലാഹു അഅലം. വലുതായി കണ്ടു ഉണ്ടാവും. ഇപ്രാവശ്യം നമ്മൾ മാസം കാണുമ്പോൾ വലുതായി കണ്ടു. സാധാരണ കൂട്ടായി കാണുന്നത് ഇപ്രാവശ്യം നമ്മൾ കൂട്ടമായി കണ്ടു. അതെ. അപ്പം അത് കണ്ടപ്പോൾ ആളുകൾ പറയും ഇത് 1 അല്ല, ഇത് 2 എന്നൊക്കെ പറയും. എല്ലാവരുടെ ഫോണിലും ഫോട്ടോ വന്നു, മാസം കണ്ടൊക്കെ പറഞ്ഞിട്ട് അപ്പം ചെറിയ പറയും ഇതിപ്പോൾ എന്തായാലും 1 മിസ്സേക്കണ് ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ കണ്ടത്? ചന്ദ്രൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് വലിപ്പം കൂടും. യഥാർത്ഥത്തിൽ ചന്ദ്രൻ ഉദിക്കണില്ല അസ്തമിക്കണില്ലല്ലോ. ചന്ദ്രൻ അവിടെ ഉണ്ടല്ലോ. അത് അസ്തമിച്ച് പോകുന്നുമില്ല, ഉദിച്ചു വരുന്നില്ല. നമുക്ക് ആപേക്ഷികമായിട്ടാണ് ഉദയാസ്തമയമുള്ളത്.
നമ്മൾ സൂര്യൻ്റെ ലൈറ്റ് ചന്ദ്രനിലേക്ക് അടിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വലിപ്പം കൂടുമ്പോൾ. അല്ലാതെ ചന്ദ്രന് വലിപ്പം കൂടുന്നില്ല, കുറയുന്നില്ല. അതാ വലിപ്പം ഉണ്ടാവും. അത് 24 അവർ ഇവിടെ ഉണ്ടാവും ചെയ്യും. 2 ദിവസം കാണാൻ പറ്റാതെ പോകും. ബാക്കി ദിവസങ്ങൾ ഏറ്റവും വ്യത്യാസത്തിൽ കാണാൻ കഴിയും. ഇതാണ് ഇപ്പോൾ ഉദയാസ്തമയം എന്ന് പറഞ്ഞത്. സൂര്യനും അങ്ങനത്തെ. സൂര്യൻ അസ്തമിക്കണില്ലല്ലോ. സൂര്യാസ്തമയം ആപേക്ഷികമാണ്. കടപ്പുറത്ത് പോയിന്നാൽ അസ്തമിക്കാൻ കുറച്ചുകൂടി വൈകും. ഒരു 4 നില ബിൽഡിങ്ങിന് മേലെ കയറിയാൽ ഇവിടുന്ന് ഉള്ളവൻ അസ്തമിച്ചാലും ഓനോട് കാണാൻ പറ്റും. ബുർജ് ഖലീഫിനെ മേലെ കയറിയാൽ പിന്നെയും വ്യത്യാസം ഉണ്ടാവും. 36 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. താഴെ നിൽക്കുന്ന ആളേക്കാൾ 32 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ബുർജ് ഖലീഫിനെ മേലെ കയറിയ ആൾക്ക്. 4 മിനിറ്റ്. അതെ, 4 മിനിറ്റ്. താഴെ നിൽക്കുന്ന ആൾക്ക് അസ്തമിച്ച് 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതിന് ടോപ്പ് കയറിയ ആൾക്ക് അസ്തമിക്കുക. അപ്പം അത് ആപേക്ഷികമാണ്. മനുഷ്യൻ്റെ നിൽക്കുന്ന പൊസിഷനൊക്കെ അനുസരിച്ച് ഓന കാഴ്ചയിലുള്ള മാറ്റമാണ് അസ്തമനം എന്ന് പറയുന്നത്. ഒരു പുതിയ ചന്ദ്രൻ പിറവിയെടുത്ത് അതിന് ദൃശ്യയോഗ്യമായി ഇങ്ങനെ വലുതായി 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 വന്ന് നമ്മൾ കാണാവുന്ന ലെവലിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുക. ഒരു പക്ഷേ ഒരു പുതിയ ചന്ദ്രൻ ഉച്ചയ്ക്ക് പിറവിയെടുക്കും. ഉച്ചയ്ക്ക് പിറവിയെടുത്താൽ മഗ്‌രിബിന് ശേഷം ചിലപ്പോൾ ഒരു 50 മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കാണൂല. കാരണം ഉച്ചയ്ക്ക് പുതിയ ചന്ദ്രൻ ന്യൂ മൂൺ പിറവിയെടുത്താൽ മഗ്‌രിബ് ആകുമ്പോഴേക്ക് 4 മണിക്കൂറോ 5 മണിക്കൂറോ ആണ് അതിന് പ്രായമായത്. ആ സമയത്ത് സൂര്യൻ അസ്തമിച്ച് 50 മിനിറ്റ് കഴിഞ്ഞ് ചന്ദ്രൻ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാലും കാണാൻ കഴിയില്ല. കാണാൻ മാത്രം വലിപ്പം അതിലുണ്ടാവില്ല. എന്നാൽ ഒരാൾ കണ്ടു എന്നയാൾ വാദിച്ചാലോ, അയാൾ വിശ്വസ്തനാണെങ്കിൽ നീതിമാനാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അയാൾ കളവ് പറഞ്ഞാണെങ്കിലോ അത് അയാൾ ഉത്തരവാദിത്തം, നമുക്കതിന് ബാധ്യതയില്ല. എന്നാൽ രാവിലെ പിറവിയെടുത്ത ചന്ദ്രൻ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇപ്പോൾ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ മിനിറ്റുണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ 10 മിനിറ്റ് ഉള്ളെങ്കിലും ചിലപ്പോൾ കാണും. ഇനി രാത്രി പിറവിയെടുത്ത ചന്ദ്രൻ അപ്പോൾ വീണ്ടും സമയം കൂടും. ഇപ്രാവശ്യം നമ്മൾ കണ്ടത് ഏതാണ്ട് 36 മണിക്കൂർ പിന്നിട്ട ചന്ദ്രനെയാണ്. അപ്പോൾ കുറച്ച് വലുതായി കാണും, കുറച്ച് ഉയരത്തിൽ കാണും. അത് കണ്ടിട്ട് ഇന്ന് 2 പറയാൻ പറ്റൂല. അതേ ചന്ദ്രൻ 50 മിനിറ്റ് ഉണ്ടായാലും ചിലപ്പോൾ കാണാതെ പോവുകയും ചെയ്യും. അപ്പം അതുമാത്രം വെച്ചിട്ട് ദിവസം തീരുമാനിക്കാൻ നമുക്ക് വകുപ്പില്ല. നമ്മൾ എപ്പോഴാണോ കണ്ടത് അവിടെ മുതൽ പരിഗണിക്കുക. നബിയുടെ കാലത്ത് ഉണ്ടായി, മാസപ്പിറവി കണ്ടില്ല, മേഘം മൂടി, ഒരു 30 പൂർത്തിയാക്കി, പിറ്റേന്ന് വലുതായി കണ്ടു. അപ്പം അതിലും പറഞ്ഞു ഇത് 2 ഇത് 1 അപ്പം നബി പറഞ്ഞ അല്ല, നിങ്ങൾ കണ്ടത് എന്നാണോ അതിൻ്റെതായി കണക്കാക്കിക്കൊള്ളുക എന്നാണ് നബി തങ്ങളവിടെ പഠിപ്പിച്ചത്. അതാണ് നമുക്കത് സ്വീകരിക്കാനുള്ള മാനദണ്ഡവും. അല്ലാഹു അഅലം. യെസ്, അതായത് ഇപ്പം 29 മാസം കാണുമോ ഇല്ലേ, നോക്കണോ വേണ്ടയോ, അത് കണക്ക് പ്രകാരമല്ലേ എന്നാണ്. കണക്കും അതിന് അവലംബിക്കുന്നുണ്ട്. കണക്ക് അവലംബിക്കുന്നത് ചന്ദ്രൻ്റെ സാന്നിധ്യമുണ്ടോ ഇല്ലേ എന്ന് അറിയാനാണ്. സാന്നിധ്യമുണ്ടായാൽ മാത്രം മാസം മാറൂല. സാന്നിധ്യമുണ്ടായാൽ മാത്രം ഹിലാൽ എന്ന് പറയുകയുമില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ യസ്അലൂനക അനിൽ അഹില്ല, ഹിലാലുകളെ പറ്റി നബിയെ നിങ്ങളോട് അവർ ചോദിക്കുന്നു. ഹിലാൽ എന്ന് പറയൽ അന്തരീക്ഷത്തിൽ ഉള്ള ചന്ദ്രനെ അല്ല, കണ്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ചന്ദ്രനെയാണ് ഹിലാൽ എന്ന് പറയുക. അതാണ് അറബിൽ പ്രയോഗം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂഉ ഫതാവയിൽ ഫത്വാ സമാഹാരത്തിൽ 25-ാം വാള്യത്തിൽ 100 ചില്ലാനം പേജുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞു, കണ്ട് പ്രഖ്യാപിക്കപ്പെടുന്നതിനെയാണ് ഹിലാൽ എന്ന് വിളിക്കുക. അല്ലാതെ അവിടെ ഉണ്ടെങ്കിൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ അതിന് ഹിലാൽ എന്ന് പറയുകയില്ല. അപ്പം അല്ലാഹു ഖുർആനിൽ ഉപയോഗിച്ച വാക്ക് ഹിലാൽ എന്നാണ്. ഹിലാൽ ആകൽ കണ്ടു പ്രഖ്യാപിക്കപ്പെടുമ്പോഴാണ്. എന്നാൽ പിന്നെ എന്തിനാണ് കണക്ക്? ഇപ്പം സൂര്യൻ 6:37 അസ്തമിച്ചു, ചന്ദ്രൻ 6:30 അസ്തമിച്ചു സങ്കല്പിക്കുക. എങ്കിൽ പിന്നെ ഞാൻ 6:30 ശേഷം ആ ചന്ദ്രനെ നോക്കാൻ പോകേണ്ട കാര്യമില്ല. 6:30 അസ്തമിച്ച ചന്ദ്രനെ ഇനി 38 ശേഷം കാണുമോ എന്ന് പോയി നോക്കേണ്ട കാര്യമില്ല. ഇല്ലെന്ന് മനസ്സിലാക്കാൻ ഈ കണക്ക് അവലംബിക്കാം. അപ്പം ഈ കണക്ക് തെറ്റൂലേ? കണക്ക് തെറ്റൂല, കണക്ക് കൂട്ടൽ തെറ്റാം. കണക്ക് അല്ല വെച്ചാണ്, അത് തെറ്റൂല. അത് കൂട്ടുന്നത് തെറ്റാം. അങ്ങനെ തെറ്റിന് വിചാരിക്കാം. 6:30 അസ്തമിച്ചു എന്ന്
കണക്ക് പ്രകാരം ബോധ്യപ്പെട്ട ചന്ദ്രൻ 6:50 ആകാശത്തുണ്ട്. എന്നാൽ നമ്മുടെ നോമ്പിന് മാത്രമല്ലല്ലോ അത് വിഷയമാകാം, അത് ലോകാത്ഭുതമായിരിക്കൂലേ. പിറ്റേന്ന് പേപ്പറിലെ വലിയ ഹെഡിങ് എന്തായിരിക്കും? ഈ വിഷയമായിരിക്കും. ഉള്ള ചാനലിലും ഉള്ള ടി വിയിലും ഉള്ള ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ ചർച്ച ഇതായിരിക്കും. കാരണം ഓലൊക്കെ 6:30 അസ്തമിച്ചു കണക്കൂട്ടിയത് പിന്നെ 6:50 പിന്നെ വന്നേക്കണ്. അപ്പം അതെന്തോ വലിയൊരു അത്ഭുത പ്രതിഭാസമാണ്. അത് നോമ്പിൻ്റെ വിഷയം മാത്രമൊന്നുമല്ല, അത് ലോകം മൊത്തം വലിയ ചർച്ചയാകും. പതിറ്റാണ്ടുകൾ വലിയൊരു വിഷയമായി ശാസ്ത്രലോകം അതെടുക്കും. അല്ലാതെ നമ്മൾ 4 ആൾ മാത്രം നോമ്പൊഴിക്കുന്നതിന് മാത്രമുള്ളതല്ലല്ലോ ചന്ദ്രൻ. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇല്ല എന്ന് മനസ്സിലാകാൻ കണക്ക് അവലംബിക്കുന്നു, ഉണ്ടെന്ന് മനസ്സിലാക്കാനും കണക്ക് അവലംബിക്കുന്നു. അപ്പം ഇല്ലെന്ന് സ്ഥിരപ്പെടാൻ കണക്ക് മതി, ഉണ്ടെന്ന് സ്ഥിരപ്പെടാനും കണക്ക് മതി. പക്ഷെ ആ ഉണ്ടായാൽ പോരാ, കാണണം, അതിന് കണക്ക് പോരാ. അപ്പം ഇപ്പം ചില ആളുകൾ വെച്ചാൽ കാണണം, പക്ഷെ കണക്കുകൊണ്ട് കണ്ടാൽ മതി, കണ്ണോട് കാണണ്ടെന്നാണ്. കണക്ക് കൊണ്ട് കണ്ടാൽ മതി, കണ്ണുകൊണ്ട് കാണണ്ട, അത് പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ടില്ല. കാണാൻ തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്, കണ്ടാലാണ് തീരുമാനിക്കാൻ പറഞ്ഞത്. മാത്രമല്ല ലോകത്ത് മുഴുവനുമുള്ള മുസ്ലിമീങ്ങൾക്കെല്ലാം അനായാസേന സ്വീകരിക്കാവുന്ന മാർഗം കാഴ്ചയാണ്. കണക്ക് എന്നുള്ളത് ആരാ കൂട്ടിയത്, എവിടുന്നാ കിട്ടിയത്, ആരാ അത് പരിശോധിച്ചത്, അതൊക്കെ വിഷയമുണ്ടല്ലോ. കാഴ്ച ഏതൊരാൾക്കും പറ്റും, കണക്കത് അറിയണവന് മാത്രമേ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ രീതി ഇതാണ്. മാത്രവുമല്ല കാഴ്ചയെ അടിസ്ഥാനമാക്കി എന്നത് ഇസ്ലാമിൻ്റെ മുഴുവത്താണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞത് സൂമൂലി റുയത്തിഹി, കാഴ്ചയുമായി ഇതിനെ ബന്ധിപ്പിച്ചു വന്നത് ഇസ്ലാമിൻ്റെ മുഴുവത്ത്. കാരണം ഏത് നാട്ടിലും ഏത് കാലഘട്ടത്തിലും ഖിയാമത്ത് വരെയുള്ള ഏത് മനുഷ്യന്മാർക്കും സ്വീകരിക്കാൻ പറ്റിയ പണിയാണിത്. മറ്റ് കണക്കറിയാത്ത ഒരു സമൂഹം ഉണ്ടെങ്കിലോ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നല്ലോ. ഇതൊക്കെ ഇല്ലാതായ ഒരു സമയം എന്ന് വിചാരിക്കാം. ഇതൊക്കെ തകർന്ന് ഇപ്പോൾ ഫലസ്തീൻ അതാ, ഒന്നുമില്ല, കണ്ടുമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥ പഠിച്ചപ്പോൾ അവർക്ക് സഹായം നൽകുമാറാവട്ടെ. അങ്ങനത്തെ ഒരു ഘട്ടം വന്നു. ഇതൊന്നും അറിയാനും ഒന്നും സംവിധാനമില്ല. ഓർക്കും പറ്റിയ പണിയാണ് മേപ്പെട്ട് വെക്കുക എന്നുള്ളത്. ഒരു സംവിധാനം വേണ്ട. അപ്പം അത് ഇസ്ലാമിൻ്റെ മുഴുവത്താണ് ഇതിനെ കാഴ്ചയുമായി ബന്ധിപ്പിച്ചു വന്നത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ മജ്മൂ ഫത്താവ 25-ാം വാള്യത്തിൽ അദ്ദേഹം അത് വിശദീകരിച്ചത് കാണാൻ കഴിയും. അല്ലാഹു അഅലം. കേട്ടില്ല? ബൈനോക്കുലർ ഉപയോഗിക്കാം, കണ്ണുകൊണ്ടിനെ കാണുന്നില്ല. ബൈനോക്കുലർ ഉപയോഗിക്കാം, കണ്ണാട വെക്കാം, ഒന്നും പ്രശ്നമില്ല. കണ്ണാട വെക്കാൻ പറ്റൂല ഇതൊന്നുമില്ല, അതൊക്കെ കാണാം. പക്ഷേ മനുഷ്യനെ കണ്ണുകൊണ്ട് അവൻ കാണണം എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. കേട്ടില്ല? ആ അതാണ് സിബു. അല്ല, വല്ല പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത്രയും വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകി ഉമ്മിയായതുകൊണ്ട്. പക്ഷെ ഉമ്മിയ എല്ലാ പ്രവാചകൻ എന്നുള്ള ആൾക്കാരും ചില ഒറ്റപ്പെട്ട ആൾക്കാരുണ്ട് വാദിക്കുന്നത്. അതുപോലെ അപ്പോൾ നമ്മൾക്ക് ഹിസാബ് അപ്പോൾ ഹിസാബിന് അപ്പം തന്നെ പ്രാധാന്യം കൊടുത്തു. ആ ഹദീസ് പറഞ്ഞു, വലാൻ നമുക്ക് ഹിസാബ് അറിയില്ല, നമുക്ക് പിന്നെ എഴുത്താനും അറിയില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ആ 2 വാക്ക് ഹദീസ് അത് പ്രത്യേക പ്രവാചകൻ പറഞ്ഞ് റസൂൽ പറഞ്ഞത് ഇതൊരു മഫൂം മുഖാലിഫ് അല്ല മുവാഫക്ക ഉണ്ടല്ലോ വരുന്നില്ലേ. നമ്മൾക്ക് അറിയാം, കണക്കറിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിടിക്കാം. പിന്നെ അതൊന്ന്. രണ്ടാമത്തെ ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കട്ടെ, എനിക്കുള്ള സംശയമാണ്. തീരുങ്ങളെടുത്ത് മിക്കവാറും തീരലുണ്ട് ചില സംശയങ്ങളൊക്കെ. പിന്നെ ഒരു സംഘം, ഉംറ സംഘം മക്കയിൽ നിന്ന് ആരന്തികൾ ഫുള്ള് കേരളക്കാർ അവിടെ മാസം കണ്ടിട്ട് പെരുന്നാളായിട്ട് കേരളത്തിൽ വരുന്നു. 2.5 മണിക്കൂർ കൊണ്ട് ഇവിടെ ഇറങ്ങി. ഇവരെ കൂടെ ഇവിടെ നോമ്പ് നോൽക്കണം, അവിടെ പെരുന്നാൾ കഴിക്കണം അവർ. അപ്പോൾ അതിന് മറ്റേ ഹദീസായിട്ട് ബന്ധപ്പെട്ട ഉമൈറിൻ്റെ ഹദീസ് ഉണ്ടല്ലോ, അതായത് മദീനയുടെ പുറത്തുനിന്ന് തലേന്ന് പോകുന്നു ടീം. തലേന്ന് തന്നെ പറയണ്ടല്ലേ ഹദീസിലല്ലേ, തലേന്ന് വന്നതുകൊണ്ട് എനിക്കറിയാത്ത ഒരു കാര്യം അതിലുള്ളത് വെച്ചാൽ ആ ദൂരത്തിൻ്റെ പരിധി യമനിൽ നിന്നാണെങ്കിൽ അതിൽ നിന്നും സന്നാ യമന്, അതുപോലെ നെജറാൻ്റെ ഒരു ഭാഗമൊക്കെ യമനാണ് മുമ്പ്. ഇപ്പോഴും തന്നെ അമീറന്മാരെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അടക്കി നിർത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ. അപ്പോൾ എന്താണെന്നറിയില്ല, ഈ യമനിൽ നിന്നാണെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് കുതിരപ്പുറത്തൊക്കെ വന്നാൽ തലേന്ന് പോന്നാലും എത്തൂല എന്ന് പറയുന്നുണ്ട് ചിലവർ പിറ്റേന്നക്ക്. ഏതായാലും
ആ നാട്ടിൽ നിന്ന് വലത് നിന്നാണല്ലോ അതിലും പറഞ്ഞതില്ലേ ആ ഹദീസിലും അവരവിടുന്ന് പുറപ്പെട്ട് ഇവിടെ പിറ്റേന്ന് എത്തി അസറിൻ്റെ ശേഷം അവിടെ എത്തി. ഞങ്ങൾ ഇന്നലെ പോകുന്നതെന്ന് പറയും, ഇന്നലെ എന്ന് പറയുന്നുണ്ട് ഏതായാലും. അപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മാസം കണ്ടു. അപ്പോൾ നബി ഇവിടെ മാസം കണ്ടോ നോക്കണമെന്നോ ആ സുമൂർ റോഹിയത്തിക്കാന്നുള്ള ഹദീസ് റസൂലിന് അറിയാത്തതുകൊണ്ടല്ലല്ലോ. റസൂൽ അപ്പം എന്താടി മുസല്ലയിലേക്ക് പോകാൻ പറഞ്ഞു. ഈ മുസല്ലയിലേക്ക് പോകാൻ പറഞ്ഞ കുഞ്ഞാലാക്കനോട് പറഞ്ഞത് അത് ഓലോണ്ട് പോകാനാണ് പറഞ്ഞത് എന്ന് ആ വന്നോലോണ്ട്. മുസല്ലാഹും അവരെ എല്ലാവരുടെ പിന്നെ പ്രത്യേകിച്ചൊരു അവർ വന്നോൽക്ക് മാത്രമൊരു പെരുന്നാൾ ഉണ്ടാക്കൂലല്ലോ അവിടെ. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് വിശദീകരിച്ചാൽ ആ ദൂരം അവർ ആ പുറത്തുനിന്ന് വന്നത്. പിന്നെ ഈ ബലത് എന്ന് പറഞ്ഞ വാക്കിന് വലിയ സൗദി അറേബ്യ ഇപ്പോൾ മൊത്തത്തിൽ ബലത് എന്ന വാക്കിന് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ സൗദി അള്ളാഹു ജൽ ആദൽ ബലദ ആമിനം മുത്മൈനൻ സായറ ബിലാദുൽ മുസ്ലിം എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അവർ. അപ്പോൾ മൊത്തം സൗദിയാണല്ലോ. ഇനി ജസീറത്തുൽ അറബ് മൊത്തം കൂട്ടുണ്ടോ എന്നും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഡൽഹി കണ്ടാലും ബോംബെയിൽ കണ്ടാലും ഒക്കെ വലുതായിട്ട് അംഗീകരിച്ചൂടെ, അതും ചോദിക്കുന്നു. അപ്പാടെ ഓക്കെ, അൽഹംദുലില്ലാ. ഒന്നാമത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കണേ, അത് ഞാൻ മറുപടിയും പറഞ്ഞേക്കണേ. ഒന്നാമത്തെ ചോദ്യം അങ്ങനെ മഫ്ഹൂം മുവാഫഖ ഇല്ല, അത് മഫ്ഹൂം മുഖാലഫയാണ്. ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ്യ ലാ നക്തുബു വലാ നഹ്സിബ്. നാം ഉമ്മിയത്തായ ഉമ്മത്താകുന്നു, നാം എഴുതുകയില്ല, കണക്ക് കൂട്ടുകയില്ല. ഈ ഹദീസ് പലപ്പോഴും അർത്ഥം വെക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ, ഇപ്പോൾ താങ്കളടക്കം പറഞ്ഞ അർത്ഥം, ആ അർത്ഥം തെറ്റാണ്. നമുക്ക് എഴുത്തറിയുകയില്ല, കണക്കറിയുകയില്ല എന്നല്ല ഹദീസിലുള്ളത്. അങ്ങനെ ഹദീസിലില്ല. എല്ലാവരും അങ്ങനെ അർത്ഥം വെക്കുക. നമുക്ക് എഴുത്തും അറിയാം, കണക്കും അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇനി ആകാശത്ത് പോക്കുക, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ എഴുത്തും കണക്കും അറിഞ്ഞാലോ ഇതാവശ്യമില്ല എന്നല്ലേ? അതാണിപ്പോൾ മഫ്ഹൂം മുവാഫഖ എന്ന് അദ്ദേഹം പറയുന്നത്. മഫ്ഹൂം മുവാഫഖ അല്ല, മഫ്ഹൂം മുഖാലഫയാണ്. അങ്ങനെ മഫ്ഹൂം ഇല്ല അതിന്. നാം എഴുതുകയില്ല, കണക്ക് കൂട്ടുക ഇല്ല എന്നാണ്. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ, ഈ ഉമ്മത്ത് ഉമ്മിയത്താണെന്നാണ്. നബി ഉമ്മിയാണെന്നല്ല അവിടെ പറഞ്ഞത്. നബി ഉമ്മിയാണ് എന്നല്ല, ഉമ്മത്ത് ഉമ്മിയത്തായ ഉമ്മത്താണ്. ഇത് പറയുന്ന സമയത്ത് എല്ലാ സ്വഹാബികളും എഴുതാനും വായിക്കാനും അറിയാത്തവരാണോ? അല്ലല്ലോ. നബിക്കിറങ്ങാൻ എല്ലാ വഹയും അവിടെ എഴുതി വെച്ചിട്ടില്ലേ? നബിക്ക് വന്ന വഹയി മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുത്തറിയുന്നവരുണ്ട്, നബിക്ക് വേണ്ടി കത്തയക്കുന്നവരുണ്ട്, എല്ലാം രേഖപ്പെടുത്തുന്ന സംവിധാനമുണ്ട്, കണക്കറിയുന്നവരും വന്നിട്ടുണ്ട് എന്നാണ്. ഇന്നത്തെ അത്ര വലിയ സംവിധാനം ഇല്ലെങ്കിലും കണക്കറിയുന്നവരുമുണ്ട്. അപ്പോൾ ആ ഒരു ഉമ്മിയത്തല്ല അവിടെ ഉദ്ദേശിച്ചത്. അത് ഈ ഉമ്മത്തിൻ്റെ ഒരു മദ്ഹായിട്ട് പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞ അടക്കം, ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ അർത്ഥം അടക്കമുള്ള അർത്ഥം വെച്ചാൽ ഇതിൻ്റെ ഒരു മറുവശം എന്താ? ഓലൊക്കെ മോശക്കാരായിരുന്നു, നമ്മളൊക്കെ പോലെ ഉഷാറായി എന്നല്ലേ വരിക. ഓലിപ്പോൾ ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ നബി സാഹിബികളൊക്കെ, നമ്മളൊക്കെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഉഷാറായി പോന്നു എന്ന ഒരു തരം കൂടെ ഉണ്ടല്ലോ. എന്നാൽ ഈ ഉമ്മത്തുൻ ഉമ്മിയ എന്നത് ഖിയാമത്ത് വരെ ഈ ഉമ്മത്തിനുള്ള സിഫത്താണ്. നമ്മൾ ലോകത്തിലെ എല്ലാ ഭാഷ പഠിച്ചാലും നമ്മൾ ഉമ്മത്തുൻ ഉമ്മിയത്താണ്. അതെന്താ അറിയോ? തൗറാത്ത് ആ എഴുത്തിൽ മാത്രമാണ് അവലംബിച്ചത്. അവിടെ ആ എഴുത്ത് മാറ്റിയപ്പോൾ തൗറാത്ത് നിയമങ്ങൾ മാറി. പുരോഹിതന്മാർ തൗറാത്തിലാണ് മാറ്റം വരുത്തി. ആ എഴുതി നോക്കിയിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യണത്. തൗറാത്ത് ഇഫ്ലാക്കൽ അവിടെ ഇല്ല, ഇഞ്ചിൽ ഇഫ്ലാക്കൽ അന്നില്ല. അവരുടെ അവലംബം എഴുത്തിലാണ്. അവിടെ എഴുത്ത് മാറുമ്പോൾ മതനിയമം അവിടെ മാറും. ആ പുരോഹിതന്മാർ എഴുത്തിൽ മാറ്റം വരുത്തി, അതുവഴി മതനിയമം ഒരു മാറ്റി. നമ്മളെ സംബന്ധിച്ച് ലാ നക്തുബു വലാ നഹ്സിബ്, നാം എഴുതുകയില്ല, കണക്ക് കൂട്ടുകയില്ല. ഒരു എഴുത്തില്ലെങ്കിലും നമ്മുടെ ദീനൊരു കുഴപ്പമില്ല. തൗറാത്ത് ഇറങ്ങിയത് കയ്യിലേക്കാണ്, ഇഞ്ചീൽ ഇറങ്ങിയത് കയ്യിലേക്കാണ്, ഖുർആൻ ഇറങ്ങിയതോ കൽബിലേക്കാണ്. ഇന്നലെ ക്യാമലിൻ്റെ ഓതിയായത്തല്ലോ, ബൽഹി ആയാത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം. ഇൽമ് നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളിലുള്ള വ്യക്തമായ ആയത്താകുന്നു ഇത്. ലോകത്തെ എല്ലാ മുസ്ഹഫിൻ്റെ കോപ്പിയും കത്തിച്ചു കളഞ്ഞാലും ഒരു നിയമം മാറില്ല, ഒരു അക്ഷരം പോലും മാറില്ല. ആ ഉമ്മിയത്ത് ഖിയാമത്ത് വരെ ഉണ്ടാവും. നമുക്ക് എഴുത്ത് ആവശ്യമില്ല, നമുക്ക് കണക്കും ആവശ്യം. ഈ ദീൻ നിലനിൽക്കാൻ എഴുത്തും വേണ്ട, കണക്കും വേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ദീൻ നിലനിൽക്കും. മറ്റൊരു ദീനോ
എഴുത്തുമല്ല നിലനിന്നത്. എഴുത്ത് പോയാൽ ഓരോ ദീന് പോയി, എഴുത്ത് മാറിയാൽ ഓരോ ദീന് മാറി. ഈ ഉമ്മത്തതല്ല, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇത് സിഫത്തു മദ്ഹിൻ, ഈ ഉമ്മത്തിനുള്ള ഒരു മദ്ഹാണ് ഈ പറഞ്ഞതാണ്, ഒരു പോരായ്മറ്റ് പറഞ്ഞതല്ല. ഈ ഉമ്മത്തിൻ്റെ ഒരു മഹത്വമായിട്ടാണ് പറഞ്ഞത്. അത് ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന സിഫത്തുമാണ്. അപ്പം ഇനി മുസ്ലിമീങ്ങളൊക്കെ എഴുത്തും വായനയും പഠിച്ചു, ശാസ്ത്രം പഠിച്ചു, ഓരൊക്കെ വലിയ വലിയ നിലവാരത്തേക്ക് എത്തി. അതുകൊണ്ട് ഇനി നമ്മൾ ഉമ്മിയ അല്ല എന്ന് വരില്ല. നബിനെ അല്ലാഹ് അയച്ചു കൊടുക്കുക, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, ഉമ്മിയീങ്ങളിലേക്ക് അല്ലാഹു തആല റസൂലിനെ അയച്ചു. അപ്പോൾ റസൂൽ നമുക്കുള്ളതല്ലേ, റസൂൽ നമുക്കുള്ളതല്ലേ. അപ്പോൾ ആ ഉമ്മിയീനെ നമ്മൾ വിടുമോ? പെടൂലെങ്കിൽ റസൂൽ നമ്മൾതാവില്ല. അപ്പം ഖിയാമത്ത് വരെ ഈ ഉമ്മത്തിൻ്റെ സവിശേഷതയാണ് ഈ ഉമ്മത്ത് ഉമ്മിയത്താണ്. ഒരു എഴുത്തും ഒരു കണക്കും ഒന്നുമില്ലെങ്കിലും ഈ ദീന് യാതൊരു കോട്ടവും സംഭവിക്കാനില്ല. അതാണ് ആ ഹദീസിന് ശരിയായ അർത്ഥം. ആ ഹദീസിന് ഷറഹ് എവിടെ വായിച്ചു നോക്കിയാലും അങ്ങനെ കിട്ടുള്ളൂ. നമ്മൾ ഈ മനസ്സിലാക്കി വെച്ച അർത്ഥം എന്ന് വെച്ചാൽ അതിങ്ങനെ ആരൊക്കെയോ പറഞ്ഞു പ്രചരിച്ച അർത്ഥമാണ്. അല്ലാതെ ഫത്വൽ ബാരി എടുത്ത് നോക്കി, ഷറഹ് മുസ്ലിം എടുത്ത് നോക്കി, അവിടെ ഒന്നും നമുക്ക് പിന്നെ നമ്മൾ മനസ്സിലാക്കി ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ അർത്ഥം അവരാരും കൊടുത്തിട്ടില്ല. ലാ നക്തുബു, നാം എഴുതുക ഇല്ല. നമുക്ക് എഴുത്തറിയാമെന്നല്ല. കാരണം സുദീഖ് തന്നെ എഴുത്തറിയാമായിരുന്നു, ഉമർ ഖത്താബിന് എഴുത്തറിയാമായിരുന്നു, ഉസ്മാൻ അഫ്ഫാൻ എഴുത്തറിയാമായിരുന്നു, അലി അള്ളാഹുവിന് എഴുത്തറിയാമായിരുന്നു. ദീവാനു അലി എന്ന പേര് അലി അള്ളാഹുവിന് അന്നൊരു പ്രത്യേകം വേടനുണ്ടായിരുന്നാണ് രേഖപ്പെടുത്തി വെച്ചത്. ഇബ്നു മസ്ഊദ് എഴുത്തറിയുമായിരുന്നു. ഇവരൊക്കെ അന്ന് എഴുത്തുകാരാണ്. ഓലൊക്കെ മുമ്പ് തന്നെ നബി പറഞ്ഞത് ഇന്ന ഉമ്മത്തിൻ്റെ ഉമ്മയ്യ. ഓല് പറഞ്ഞ നബി നിങ്ങൾക്ക് പറയാം, ഞങ്ങളതല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഉമ്മത്തിൻ്റെ സവിശേഷതയാണ് ഈ ഉമ്മത്ത് ഉമ്മിയത്താണ്. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് കാഴ്ചയെ ബന്ധിപ്പിച്ച് മുഴുവത്തായത് അതുകൊണ്ടാണ്. അത് ഉമ്മിയത്തിൻ്റെ പ്രത്യേകതയാണ്. കണക്ക് ബന്ധിപ്പിച്ചാലോ ആ കണക്ക് പൊളിഞ്ഞാൽ ദീനാണ് പൊളി. ഇത് കണക്ക് പൊളിഞ്ഞാലും ദീനൊരു കോട്ടവും സംഭവിക്കാനില്ല. അപ്പം ഞങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന ഹദീസില്ല. നാം എഴുതുക ഇല്ല, കണക്ക് കൂട്ടുക ഇല്ല. എന്നിട്ട് അപ്പം അശ്ശറു ഹാക്കഥ വഹാക്കഥ, മാസം 29ഉം 30ഉം ആകുന്നു. ഇനി ഗോളശാസ്ത്രത്തിൽ വലിയ അഗ്രഗണ്യനായിരുന്നു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹമാണ് കണക്ക് അവലംബിച്ചുകൊണ്ട് മാസം പ്രവേശിക്കൽ അങ്ങേയറ്റം വിമർശിക്കുകയും അത് മഹാ അബദ്ധമാണ് എന്നും അത് നിരീശ്വരവാദികളുടെ ശൈലിയാണ് എന്ന് വരെ അദ്ദേഹം അവിടെ പറഞ്ഞു. അദ്ദേഹം ഗോളശാസ്ത്രത്തിൽ വലിയ അഗ്രഗണ്യനാണ്. അദ്ദേഹം കൈകാര്യം ചെയ്ത ഗോളശാസ്ത്രം ഇന്നുപോലും ശാസ്ത്രം അത്ര പണ്ടുകൊള്ളുന്ന സംശയമാണ്. ആ കോലത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഠിച്ച ഓല് പറഞ്ഞെന്താണ്, ഈ കണക്കെല്ലാം നോക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരിക്കലും ആ ഹദീസിൽ നിന്ന് ഇല്ല. അവിടെ ആ ഹദീസിൽ നിന്ന് അന്ന് എഴുത്തറിയാത്തതുകൊണ്ട് ഒരു ആകാശത്തേക്ക് നോക്കി, ഇപ്പം എഴുത്തറിഞ്ഞതുകൊണ്ട് ഇനി നോക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയാൽ അത് മഫ്ഹൂം മുവാഫഖല്ല. മഫ്ഹൂം മുവാഫഖ എന്ന് വെച്ചാൽ ഒരു സംഗതി പറഞ്ഞു അതിനോട് യോജിക്കുന്ന മറ്റൊരാശയം മനസ്സിലാക്കുക. അത് മഫ്ഹൂം മുവാഫഖ എന്നാൽ. മഫ്ഹൂം മുഖാലഫ എന്നാൽ നേരെ എതിര് മനസ്സിലാക്കുക. അത് അറബി ഭാഷയെപ്പറ്റി. ഇപ്പോൾ മാതാപിതാക്കളോട് ചേ എന്ന് പറയാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ ഒരുത്തം പറയാം ചേ എന്ന് പറയാൻ പാടില്ല, തല്ലാൻ പറ്റുന്നല്ലോ. ചേ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഫ്ഹൂമാണെന്ത്, തല്ല ഏതായാലും പറ്റില്ല. ചേന്ന് പോലും പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ അടിക്കാൻ ഏതായാലും പറ്റില്ല. എന്നാൽ ഒരുത്തം മനസ്സിലാക്കി ചേന്ന് പറയാൻ പാടില്ല എന്നേ ഉള്ളൂ, അടിക്കാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. അത് മഫ്ഹൂം മുവാഫഖല്ല, അത് മഫ്ഹൂം മുഖാലഫയാണ്. ഇതിന് ഉദ്ദേശിക്കാത്ത ആശയം മനസ്സിലാക്കലാണ്, മറ്റു ഉദ്ദേശിച്ചതിൽ തന്നെ ഉൾക്കൊള്ളുന്ന ആശയത്തെ മനസ്സിലാക്കലാണ്. അപ്പോൾ ഈ ഹദീസ് ഒരിക്കലും നമുക്ക് അങ്ങനെ മനസ്സിലാവുകയില്ല. അങ്ങനെ അഹ്ലുസുന്ന നേതാക്കന്മാരും മനസ്സിലാക്കിയിട്ടുമില്ല. അത് ആരോ യുക്തി വെച്ച് അർത്ഥം വെച്ച് പോയി കൊണ്ടുവന്ന തെറ്റായ ഒരു നയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസും തെളിവാണ് നമുക്ക് കണക്ക് ആവശ്യമില്ല എന്നത്. ഹദീസായി തെളിവാണ്, നമുക്ക് കണക്ക് ആവശ്യമില്ല. മാത്രമല്ല ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരിയൊക്കെ പറയുന്നുണ്ട്, ഈ ഉമ്മത്തിൽ കണക്കെന്നവർ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ പോലും അതല്ല അവലംബിക്കേണ്ടത്. ഇത് 852 അസ്ഖലാനി വഫാത്തായത്. അദ്ദേഹം ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തി, ഈ ഉമ്മത്തിൽ കണക്കറിയുന്നവരുണ്ട്, എന്നാലും അതല്ല ഈ വിഷയത്തിൽ സ്വീകാര്യമായിട്ടുള്ളത് എന്ന് അദ്ദേഹം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആ ദിവസം മനസ്സിലാക്കരുത്. നിങ്ങൾ കഴിഞ്ഞതും ചോദിച്ചപ്പോഴും ഞാൻ അതൊക്കെ പറഞ്ഞേക്കണേ, പിന്നെ നിങ്ങൾ അതേ ചോദ്യം പിന്നെ ചോദിച്ചു എന്നത് വിഷമുണ്ട്. ചോദിച്ചു നന്നായി, നമുക്ക് എല്ലാവർക്കും കേൾക്കാനായി. എങ്ങനെ അത് ചോദിച്ചു നന്നായില്ല, ഞങ്ങൾ ചോദിച്ചതിനെ കുറ്റപ്പെടുത്തല്ല, എല്ലാവർക്കും കേൾക്കാനായല്ലോ.
പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഒരു ഒരു നല്ല മനസ്സോട് കൂടി ഞാൻ പറഞ്ഞത് സ്വീകരിക്കണം എന്നല്ല. നമ്മുടെ ഈ ഹദീസ് ഷറഹ് മദനിയാണല്ലോ, അദ്ദേഹം പുളിക്ക് കോളേജ് പഠിച്ച ആളാണ്, മദനിയാണ്, ഇപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കേണ്ട ആളാണ്, അവിടെ ഇരിക്കേണ്ട ആളല്ല. അപ്പം നിങ്ങൾ ഫത്തുൽ ബാരി മറിച്ച് നോക്കി, ഷറഹ് മുസ്ലിം വായിച്ചു നോക്കി, ഷെയ്ഖ് ഇസ്ലാമി കിതാബ് വായിച്ചു നോക്കി, നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമല്ലോ. എന്നിട്ട് നോക്കി അതിലെന്താ ഉള്ളത്. നമ്മളൊരു നിലപാടായിട്ട് കാണണ്ട. അപ്പം അൽഹംദുലില്ലാ ചോദ്യം വന്നത് നന്നായി, സന്തോഷമുള്ളൂ. നമ്മളങ്ങനെ അതിനെ ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ വായിക്കാനും പഠിക്കാനും കഴിയുന്ന ആളുകൾ അത്തരം സോഴ്സുകൾ ഒന്ന് അവലംബിക്കണം. എൻ്റെ ഒരു സംസാരം മാത്രങ്ങൾ അസ്ലാക്കി സ്വീകരിക്കേണ്ട, അത് അംഗീകരിക്കണമെന്നുമില്ല. ഈ ഹദീസിന് എഴുതപ്പെട്ട വ്യാഖ്യാനങ്ങൾ ഫത്തുൽ ബാരിയിൽ വിശദമായി ഈ ഹദീസുമായിട്ട് ചർച്ചയുണ്ട്, ഷറഹ് മുസ്ലിമിൽ വിശദമായ ചർച്ചയുണ്ട്. ഇതിനൊക്കെ ഏറ്റവും അവലംബിക്കാൻ പറ്റിയ കിതാബാണ് ഇബ്നു തൈമിയ്യയുടെ മജ്മു ഫത്താവ, 25-ാം വാള്യം ഫിഖ്ഹ്. അതിൽ കിതാബു സിയാം, നോമ്പുമായി ബന്ധപ്പെട്ട ഭാഗം, ഏതാണ്ട് ഒരു 100-150ഓളം പേജുകൾ വളരെ വിശദമായി ഈ നോമ്പ്, റമദാൻ മാസം പ്രവേശിക്കൽ, അതിന് മാസപ്പിറവി, അതിന് കണക്ക്, അതിന് കാഴ്ചകൾ, ചന്ദ്രൻ്റെ ഉദയം അസ്തമയം, അതിന് ഗോളശാസ്ത്രം, അതിന് ദീനും, അതിന് ആയത്തും ഹദീസും എല്ലാം വെച്ചുകൊണ്ട് വളരെ വിശദമായി അദ്ദേഹം അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലെത്തി ഒരാവർത്തി വായിച്ചാൽ തന്നെ എല്ലാ സംശയം നമുക്കതിൽ തീരും. അപ്പോൾ ആ നിലക്ക് ഒന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇനി നമ്മൾ വിസ്തമിറക്കിയ മാസപ്പിറവി കണക്കും കാഴ്ചയും എന്ന ഒരു കൊച്ചു പുസ്തകമുണ്ട്, നമ്മുടെ ഒരു പോളിസി നിലപാട് പറഞ്ഞുകൊണ്ട്. അതിലും ഇതൊക്കെ അവലംബിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയുള്ളത്. അബ്ദുൽ മാലിക് സലഫിയാണ് ആ പുസ്തകം തയ്യാറാക്കിയ ആൾ. ഏതാണ്ട് നമ്മുടെ രചനയിലേക്കുള്ള ഒരുവിധം എല്ലാവരും അത് പരിശോധിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇറക്കിയ പുസ്തകമാണ്, വെറും ഒരു ബുക്ക് എഴുതിയാൽ കൊടുത്തതല്ല. അദ്ദേഹം തയ്യാറാക്കി നമ്മുടെ സംസ്ഥാന സമിതിയിൽ അത് പ്രസൻറ്റ് ചെയ്തു. എല്ലാവരും അത് പരിശോധിച്ചു, വായിച്ചു, അഭിപ്രായങ്ങൾ പറഞ്ഞു, എഡിറ്റിങ്ങൾ എഴുതി, എന്നിട്ടാണ് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് നമുക്കത് പഠിക്കാൻ തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ചോദ്യം പറഞ്ഞത്, രണ്ടാമത്തെ ഞാൻ പറയാം. മൂന്നാമത്തെ പറഞ്ഞത് ബലത് വിശാലമായി കണ്ടുകൂടെ, കാണാം എന്നത്തെ പറഞ്ഞല്ലോ. എന്നത്തെ പറഞ്ഞു ഇന്ത്യ മൊത്തം ഒരു ബലതായി സ്വീകരിക്കാം, പക്ഷേ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ മൊത്തം അതിലേക്ക് എത്തണം. അല്ലാത്ത കാലത്തോളം അതുകൊണ്ട് ഫിത്തന മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ തീരുമാനിച്ചു ഇന്ത്യ ഇവിടെ കണ്ട് ഞാൻ സ്വീകരിക്കും, അവിടെ എന്താ ഉണ്ടാകുക? ഒരു അഭിപ്രായഭിന്നത ഉണ്ടാകുമെന്നല്ലാതെ വളരെ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവാനില്ല. സൗദി അറേബ്യ സമയ വ്യത്യാസമുണ്ട്, ശരിയാണ്. ദമാമും ജിദ്ദയും തമ്മിൽ 3/4 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട്. പക്ഷെ അവിടെ ഒരു ഒറ്റ ബൽദായി കണക്കാക്കുന്നു. റബ്ബി ജൽ ഹാദൽ ബൽദ ആമി എന്ന് ഇബ്രാഹിം ഇസ്ലാം പ്രാർത്ഥിച്ചത് സൗദി അറേബ്യക്കല്ല, അത് മക്കയാണ്. അപ്പോൾ സൗദി അറേബ്യ മൊത്തമല്ല. ഇന്നത്തെ പണ്ഡിതന്മാർ പ്രാർത്ഥിക്കുമ്പോൾ സൗദി അറേബ്യക്ക് മൊത്തമാണ്, ശരിയാണ്. ഇന്ന് അവിടെ ബലദിൻ്റെ കൺസെപ്റ്റ് മാറി. അതൊരു ഭരണാധികാരിയാണ്. ഒരു ഹാക്കിമിന് കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സമയ വ്യത്യാസവും ഉദയ വ്യത്യാസവും പരിഗണിക്കേണ്ടതില്ല. ഇസ്ലാമിക ഭരണമുണ്ടായി കഴിഞ്ഞു, ഒരു ഭരണാധികാരി വന്നു, ആ ഭരണാധികാരിയുടെ ഭരണ ഏരിയ എത്രയുണ്ടോ അതെല്ലാം ഒരു ബലതായിട്ടവിടെ പരിഗണിക്കും. ഇസ്ലാമിക ഭരണമാണെങ്കിൽ അവിടെ പിന്നെ വാട സമയ വ്യത്യാസം നോക്കൂല. അതുകൊണ്ട് സൗദി അറേബ്യയിൽ ഭരിക്കുന്ന ഭരണാധികാരി മാസപ്പിറവി ദൃശ്യമായതായി നാളെ 1 പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ജിദ്ദിയിലല്ലേ കണ്ടത്, ദമാമിലേക്ക് ബാധകമല്ല എന്ന് പറയാൻ പറ്റില്ല. അത് സ്വീകരിച്ചേ പറ്റൂ. അവിടുത്തെ ഒരു സൗദിക്ക് ഞാൻ സ്വീകരിക്കൂല എന്ന് പറയാൻ നിർവാഹമില്ല. അത് ഹാക്കിമിനെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഹാക്കിം അതിൽ അധികാരമുള്ള അതോറിറ്റിയാണ്. ആ ഹാക്കിം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ നിയമം. ഇന്ത്യയിൽ അങ്ങനത്തെ ഹാക്കിമില്ല. ഇന്ത്യ മൊത്തം അങ്ങനെ ഒരു മുസ്ലിമീങ്ങളെ ഭരണമില്ല, അങ്ങനത്തെ ഹാക്കിമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ, അതേപോലെ ഇസ്ലാമിക ഖാദിമാർ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനമാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ സംവിധാനങ്ങൾ സ്വീകരിച്ചു പോകുന്ന നയത്തെ പിൻപറ്റുകയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. വല്ലാഹു അഅലം. പിന്നെ ഒരു അന്യ നാട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ സംഭവമാണ്, വിശദമായി പറയേണ്ടതാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വേറെയും കുറേ ചോദ്യങ്ങളുണ്ട്. അടുത്ത സെഷനിൽ അത് നമുക്കിത് ആദ്യം എടുത്തുകൊണ്ട് വിശദീകരിക്കാം. സംസ്കാരം നടക്കണമല്ലോ. എനിക്കാണ് ലോഹറിന് ശേഷം പോകും വേണം. എന്നോട് തായത്തുകൾ അതിന് അല്ലാഹു അഅലം പറയാൻ പറ്റില്ല. ഇസ്ലാമിക വരുന്ന കാലത്തല്ലേ നമുക്ക്. അപ്പോൾ ഖുർആൻ ദിവസം അനുസരിച്ചാണ് ഇസ്ലാമിക ഇസ്ലാം വിധിക്കുക എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്. ലോകത്തൊന്നിച്ച് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനൊരു തീരുമാനം ഇസ്ലാം എടുത്തോളും. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഹിലാൽ കമ്മിറ്റിയും അതൊന്നും പിന്നെ വേണ്ട. പിന്നെ നമുക്ക് ആർക്ക് റോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇസ്ലാമിക ഇസ്ലാം ഖുർആൻ ദിവസം അനുസരിച്ച് വിധി പറയും. ആ വിധി അനുസരിച്ച് ഉള്ളവർക്ക് പോവുകയും ചെയ്യാം. ഏതായാലും അൽഹംദുലില്ലാഹ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ അല്ലാതെയും കുറേ ചോദ്യങ്ങൾ വാട്സപ്പിൽ എപ്പോഴും ഇങ്ങനെ അയക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയം നിശ്ചയിച്ചുകൊണ്ട് നമുക്കിത് തുടർച്ചയായി തന്നെ ഉള്ള അറിവനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. ളുഹറിന് ശേഷം തജ്വീദിൻ്റെ ഹൽഖുണ്ട്.
ഉപയോഗപ്പെടുത്തുന്ന ആൾക്ക് ഉപയോഗപ്പെടുത്താം. അതേപോലെ മറ്റു നിശ്ചയിക്കപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഷെഡ്യൂളിൽ ഇല്ലാത്തൊരു ക്ലാസ് നമ്മൾ സാധാരണ ഇപ്പോൾ ലോഹർ നേഷൻ ചെറിയ തസ്കിയ ഉണ്ടാവില്ലേ. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ദിവസം ഒരു സ്പെഷ്യൽ തസ്കിയ ക്ലാസ് എടുത്തിരുന്നു. നമ്മൾ കുറേ സ്ത്രീകളും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ തൗഹീദും തർബിയത്തും തസ്കിയയും ലഭിക്കുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ വർഷം ഒരു ക്ലാസ് ഞാൻ എടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിത് ഇടയ്ക്ക് ഒരു ദിവസം എപ്പോഴെങ്കിലും ആ ക്ലാസ് എടുക്കുകയും ചെയ്യാം. സ്ത്രീകളുടെ ഭാഗത്തിന് കുറേ ചോദ്യങ്ങളുണ്ട്, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇത്ര അയച്ചിരുന്നു. അത് ഇന്ന് സമയം വൈകിയതുകൊണ്ട് നമുക്കിനി നിർവാഹമില്ല. ഇൻഷാ അല്ലാഹ് ഉത്തരം പറയാം. നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് സമയം കണ്ടെത്തി അത് പൂർത്തിയാക്കാം. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീന ജമീഅ. അതാണ് ദീന് ശരിയാവണ്ണം പഠിക്കാനും അത് അമലാക്കി മാറ്റാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.